ജീവനസ്മരണം ഗോവിന്ദ ഗോവിന്ദ. പൂർണ്ണം യത്ര സമം പൂർവം യത്ര സമം ത്വയാ രതിപതേരാസാദിതാഃ സിദ്ധയാ തസ്മിന്നേവ നികുഞ്ജമന്മഥമഹാതീർത്ഥേ പുനർമാധവഃ ധ്യായൻ ത്വാമനിശം ജപന്നപി തവൈവാലാപമന്ത്രാവലി ഭൂയസ്ത്വൽകുചകുംഭനിർഭര പരീരംഭാമൃതം വാഞ്ചതി രതിസുഖസാരേ ഗതമവിസാരേ മദനമനോഹര േഷം ന കുരു നിതംബിനി ഗമനവിളംബനം അനുസരതം ഹൃദയേ ധീര സമീരേ യമുനാതീരേ വസതി വനേ വനമാലി ഗോപി ദീനപയോധര മർദന ചഞ്ചലകരയുഗാരി രാധേ ധീര സമീരേ യമുനാതീരേ വസതി വനേ വനമാലി നാമസമേതം കൃതസംകേതം വാദയതേ മൃദു ബഹുമനുതേ തനു സംഗത പവന ചലിതം അഭിരേണം ധീര സമീരേ യമുനാതീരേ വസതി വനേ വനമാലി പതതി പതത്രേ വിചലതി പത്രേ ശങ്കിതഭവൽ ഉപയാനം രചയതി ശയനം സജകിതനയനം പശ്യതി തവ പന്ഥാം രാധേ ധീര സമീരേ യമുനാതീരേ വസതി വനേ വനമാലി മുഖരം അധീരം
यजमञ्जीरं ऋतुमिव केलिषु दोरम् चल सखि कुञ्जं सतिमिरपुञ्जं शीलय नील निचोळं राधे धीर समीरे यमुना तीरे वसति वने वनमाली उरसि मुरारे उपहितकारे घन इव तरल बलाके कडिदिव पीते रति विपरीते राजसि सुकृत विपाके राधे धीर समीरे यमुना तीरे वसति वने वनमाली विगलितवसनं परिहृतदशनं घटय जघनम् अभिधानम् किसलय शयने पङ्कजनयने निधिमिव हर्ष निधानम् राधे धीर समीरे यमुना तीरे वसति वने वनमाली हरिरभिमानी रजनिरिधानी इयमुपयादि विरामम् कुरु मम वचनं सत्वररजनं पूरय मधुनिधुकामं राधे धीर समीरे यमुना तीरे वसति वने वनमाली श्री जयदेवे कृतगरिसे श्री जयदेवे कृतगरिसे भणति परम रमणीयं श्री जयदेवे कृतगरिसे भणति परम रमणीयं प्रमुदित हृदयं हरिमति सदयं नमत सुकृत कमनीयं प्रमुदित हृदयं हरिमति सदयं नमत सुकृत कमनीयं राधे धीर समीरे यमुना तीरे वसति वने वनमाली गोपी दीन पयोदर मर्दन चंचल करयुग राधे धीर समीरे यमुना तीरे
വസതി വനേ വനമാലി വസതി വനേ വനമാലി വസതി വനേ വനമാലി. വിഗതമുഖശ്വാസമാശ പുരോമുരീക്ഷതേ പ്രവിശതി മുഹുകുഞ്ജം ഗുഞ്ജൻ മുഹുർതാമ്യതി രചയതി മുഹുശൈകാം പര്യാകുമുരീക്ഷതേ മദന കദന ക്ലാന്ത കാന്തേ പ്രിയസ്തം വർത്തതേ തദ്വാക്യേന സമം സമഗ്രമധുന ദിഗ്വാംശുരസ്തം തതഃ ഗോവിന്ദസ്യ മനോരഥേന ച സമം പ്രാപ്തം തമസ്സാന്ദ്രതാം കോകാനം കരുണസ്വനേന സദൃശീ ദീർഘ മദഭ്യർത്ഥന തന്മുക്തേ വിഫലം വിളംബനമസൗ രമ്യോഭിസാരക്ഷണ. ആശ്ലേഷാദനുചുംബനാൽ അനുനഖോല്ലേഖനാൽ അനുസ്വാന്തജപ്രോത്ബോധാൽ അനുസംഭ്രമാൽ അനുരതാരംഭാദപ്രീതയോ അന്യാർത്ഥയോ ഭ്രമാന്വിതയോ സംഭാഷണൈർജാനതോ ദമ്പത്യോരിക കോന തമസി പ്രീഡ വിമിശ്രോരസ സഭയചകിതം വിന്യസ്യന്തീം ദൃശന്തി വിരേവതി പ്രതിതരുമുഹുസ്ഥിത്വാ മന്ദം വദാനി വിതന്വതി കഥമപിരക പ്രാപ്താമങ്കൈരനങ്കതരംഗീതൈः സുമുഖി സുഭഗ പശ്യൻ സദ്വാമുപൈതു കൃതാർത്ഥതാം. രാധാമുഗ്ധമുഖാരവിന്ദമധുവസ്ത്രൈലോക്യമൗലിസ്ഥലീനോപത്യേ നേപഥ്യോചിത നീലരത്നമവനീഭാരാവതാരാന്തക സ്വച്ഛന്തം വ്രജസുന്ദരീ ജനമനസ്തോഷപ്രദോഷസ്ഥിരം കംസധ്വം സനദോ മകേതുരവധുത്വാം ദേവകീനന്ദന. ശ്രീഗീത ഗോവിന്ദേ ശൃംഗാര മഹാകാവ്യം ശ്രീകൃഷ്ണദാസ ജയദേവകൃതം അഭിധാരികാവർണ്ണനെ സാകാംക്ഷോ പഞ്ചമ സർഗ ഗോപികാ ജീവനസ്മരണം ഗോവിന്ദ ഗോവിന്ദ. പീതാംബരം കരവിരാജിത ചക്രശങ്ക കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായ അതിസുന്ദരമുദാസം വാതാദയേശമനിശം ഹൃദി ഭാവയാമി. കഥാമയീം ഭാഗവതാഭിധാനാം ഹരേ തനും തേ ചരിതൈസ്തുതിയൈഃ യഥാ പരിതോഷകാമസ്തോ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഭക്തോത്തമനായ വൃത്രാസുരനെ കൊന്നതിൽ ഇന്ദ്രന് ബ്രഹ്മഹത്യാപാപം ആദ്യം വന്ന് പിടിപെട്ടു. ആദ്യം വിശ്വരൂപനെ കൊന്നപ്പോൾ കിട്ടിയ ബ്രഹ്മഹത്യാപാപം ഭൂമിയിൽ വന്നപ്പോൾ ഭൂമി സ്ത്രീകളും വൃക്ഷങ്ങളും ജലവും സ്വീകരിച്ചു. ഇപ്പൊ ആരെങ്കിലും സ്വീകരിക്കുമെന്ന് വിചാരിച്ചിരുന്നത് ലോകം മുഴുവൻ സഞ്ചരിച്ചു. അപ്പൊ ഇപ്പോഴത്തെ ബ്രഹ്മഹത്യ ഒരു മീനഗന്ധ്യ അസുഗന്ധേന വളരെ വൃത്തികെട്ട ഒരു മണത്തോട് കൂടിയിട്ട് തന്നെ പ്രാപിക്കാൻ വരുന്ന ഒരു സത്വമായിട്ടാണ് വരുന്നത് ബ്രഹ്മഹത്യ. ആ ബ്രഹ്മഹത്യ തന്നെ അടുത്തു. അപ്പൊ ഋഷിവര്യന്മാരോട് പ്രാർത്ഥിച്ചു എന്നാണ് ഇന്ദ്രൻ. ഞാൻ എന്താ ചെയ്യുക, ഈ ബ്രഹ്മഹത്യയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണേ
എന്ന് പറഞ്ഞപ്പോൾ അവർക്കത് അതിനുള്ളൊരു ഉപായം തേടാതെ വയ്യാതായി. അപ്പൊ ഞങ്ങൾ നിരവധി യജ്ഞങ്ങൾ നടത്തിയിട്ട് ഈ ബ്രഹ്മഹത്യാ പാപം പോവോ നോക്കട്ടെ, ബ്രഹ്മഹത്യ അനുഭവിച്ചേ തീരുമെന്നാണോ പറയുക. എന്നാലും അങ്ങയുടെ ആവുകൊണ്ട് ഇങ്ങനൊരു ഉപാധി, ഇങ്ങനൊരു ഉപായം ഉണ്ടോ എന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ. അതുവരെ അങ്ങ് മാനസ സരസിൽ താമരത്തണ്ടിൽ ഒളിച്ചിരിക്കും എന്ന് പറഞ്ഞ് ഇന്ദ്രൻ നേരെ മാനസ സരസിൽ താമരത്തണ്ടിൽ പോയി ഒളിച്ചിരുന്നു എന്നാണ്. ഒരു കൊല്ലക്കാലം ഋഷിവര്യന്മാരെ അശ്വമേധ യാഗങ്ങൾ അനവധി നടത്തി. അങ്ങനെയാണ് ആ ബ്രഹ്മത്യാപാപം കരിഞ്ഞുണങ്ങിപ്പോയത്. പിന്നെയാണ് ആ ഒരു കൊല്ലക്കാലം നഹുഷനാണ് ഇന്ദ്രന്റെ പദവിയിലിരുന്നത്. ഒരു കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും നഹുഷന് വേണ്ടാത്ത ബുദ്ധി തോന്നും ചെയ്തു. അവിടുന്ന് അധപ്പതിച്ച് ഭൂമിയിലെ പെരുമ്പാമ്പായിട്ട് നഹുഷൻ വന്നു. ഇന്ദ്രൻ താമരത്തണ്ടെന്ന് ശാപമുക്തനായിട്ട് ഇന്ദ്രപദവി ഏറ്റെടുക്കുകയും ചെയ്തു എന്നുള്ള രണ്ടാണ് അടുത്ത അധ്യായത്തിൽ പറയുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ഷഷ്ഠസ്കന്ധേ ത്രയോദശോऽധ്യായ. ശ്രീശുക ഉവാച. വൃത്രൈകതേത്രയോ ലോകാവിനാശക്രേണ പൂരിത സബാലാഖ്യഭവൻ സദ്യോ വിദ്യുരാതിരകൃതേന്ദ്രിയാഃ ദേവഋഷിപിതൃഭൂതാനി ദൈത്യാദേവാനുവാസ് പ്രതിജഗ്മസ്വധിഷ്ണ്യാനി ബ്രഹ്മേശേന്ദ്രാദയസ്തദാ രാജോവാച. ഇന്ദ്രസ്യാനിർവൃതൈർഹേതു ശ്രോതുമിച്ഛാമി ഗോമേ യേനാസൻ സുഖേനോ ദേവ ഹരേർദുഃഖം കുരുഭവൻ. ശ്രീശുക ഉവാച. വൃത്രവിക്രമസംവിഘ്നാഃ സർവേ ദേവാഃ സഹർഷിഭിഃ തദ്വധായ തൈന്നിന്ദ്രൻ നയിച്ചൽനീതോ ബൃഹദ്വധായ. ഇന്ദ്ര ഉവാച. സ്ത്രീഭൂജലദ്രുമൈരേണോ വിശ്വരൂപവധോദ്ഭവം വിഭക്തമനുഗൃഹ്ണദ്വൃത്രാദ്യാംഗമാർജുന്യഃ. ശ്രീശുക ഉവാച. ഋഷേസ്തദുപാകർണ്യ മഹേന്ദ്രമിദമം ബ്രുവൻ യാജയിഷ്യാമ ഭദ്രനോത്തേ ഹയമേതേന മാസ്മഭൈഃ. ഹയമേതേന പുരുഷം പരമാത്മാനമീശ്വരം വിശ്വനാരായണം ദേവം മോക്ഷ്യസേപി ജഗദ്വധാൻ. ബ്രഹ്മഗ പിതൃഗ ഗോഗോ മാതൃഗ ജാഗ്യാഘവ ശ്വാന പുൽക്കസഗോവാഭിശുദ്ധ്യർണ്യസീകീർത്തനാൽ തമശ്വമേതേന മഹാമഖേന ശ്രദ്ധാന്വിതോസ്മാഭിരനുഷ്ഠിതേന ഹത്വാപി സബ്രഹ്മചരാചരന്ത്വം ന ലിപ്യസേ കിംഖലനിഗ്രഹേണ. ശ്രീശുക ഉവാച. ഏവം സഞ്ജോതിനോ വിപ്രൈർമരുത്വാന ഹരദ്രിപും ബ്രഹ്മജ്ഞാഗതയേ തസ്മിന്നാസസാധു വൃക്ഷാകപി തയേന്ദ്രസ്മാസഹത്താപം നിർവൃതിർനാമാവിശൽ ശ്രീമന്തം വാച്ഛതാൻ പ്രാപ്തം സുഖേന്ദ്യപിനോ ഗുണാഃ. താം ദിദർശാനുധാവന്തീം ചാണ്ഡാളീം വിപരൂപിണീം ജലയവേപമാനാംഗീയക്ഷ്മഗ്രസ്താമസുഖപട വികീര്യപലിത കേശാംസ്തിഷ്ഠതിഷ്ഠേതി ഭാഷിണി നീരകാദ്യാസുഖം കുർവതി മാർഗദൂഷണം. നഭോഗതോ ദിശ സർവാ സഹസ്രാക്ഷോ വിശാംബര പ്രാഗ്ദീചീം ദിശം പൂർണ്ണം പ്രവിഷ്ടോ നൃപമാനസം സാവസൽ പുഷ്കരനാളതന്തൂനലബ്ധഭോഗോ യതിഹാഗ്നിദൂത വർഷാണി സഹസ്രമലക്ഷിണോന്തസ്സചിന്തകം ബ്രഹ്മവധാത്മവിമോക്ഷം. താവത്രണാകം നകുഷശാസവിദ്യാതപോയോഗബലാനുഭാവ സസമ്പദ ഐശ്വര്യമദാന്തഭുത്യർനീതസ്ഥിരശ്ചാംഗതിമിന്ദ്രപത്നി. തദോഗത്വാ ബ്രഹ്മകിനോപകൂത ഋതംബരധ്യാനനിവാരിതാഘ പാപസ്തുതിദേവതയാ ഭൗജാസ്തമാഭ്യഭൂതം വിഷ്ണുപത്നി. തജ്ജബ്രഹ്മർഷയോഭ്യജ്ഞ ഹയമേധേന ഭാരതം യഥാവദീക്ഷാം ചക്രം പുരുഷാരാധനേന അധൈത്യം ആനേ പുരുഷേ സർവദേവയാത്രി അശ്വമേധേ മഹേന്ദ്രേണമിതേ ബ്രഹ്മവാദിഭിः. സവൈത്വാഷ്ട്രവതോ ഭൂയാനപി പാപജയോ നൃപ നീതസ്തേനൈവ ശൂന്യായ നീകാര ഇവ ഭാവന. സവാജിമേധേന യതോദിതേന വിധായമാനേന മരീചിമിശ്രൈഃ ഇഷ്ട്വാധിയജ്ഞം പുരുഷം പുരാണമിന്ദ്രോ മഹാനാസം വിധൂതഭാവ. ഇദം മകാഖ്യാനം അശേഷവാത്മനം പ്രക്ഷാളനം തീർത്ഥപദാനുകീർത്തനം ഭക്തിയുശ്രഹ്യം
ഭക്തജാനാനുവർണ്ണ മഹേന്ദ്രമോക്ഷം വിജയം വരുത്തുക പഠേയുരാഖ്യാനം ഇതം തഥാ ബുധാ ശൃണ്വന്തി അഥോ പർവണി പർവണീന്ദ്രിയം ധന്യശസ്സുലാഭമോചനം വിഭുജയതഥായുഷം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപ്രാണേ ഷഷ്ഠസ്കന്ധേന്ദ്രവിജയോ നാമ ത്രയോദശോऽധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അത്യദ്ഭുത പ്രഭാവം പ്രകടിപ്പിച്ച, യുദ്ധക്കളത്തിൽ പോലും പ്രകടിപ്പിച്ച വൃത്രാസുരൻ ഇത്ര ഭക്തോത്തമനായത്. അപ്പൊ വൃത്രാസുരൻ എന്ന് പറഞ്ഞ ആ ജീവൻ ആരാ, ആ ജീവന്റെ ഗതിവിഗതികൾ എന്തൊക്കെയാണ് എന്ന് പരീക്ഷിച്ച് ചോദിച്ചപ്പോൾ വൃത്രാസുരന്റെ പൂർവ്വജന്മത്തെ കുറിച്ചിട്ടാണ് ഇനിയുള്ള അധ്യായങ്ങളിലായിട്ട് വിസ്തരിച്ചു പറയുന്നത്. ചിത്രകേതു എന്നൊരു രാജാവ്, ശൂരസേനത്തെ രാജാവായ ചിത്രകേതു ആയിരുന്നു ഈ വൃത്രാസുരന്റെ പൂർവ്വജന്മം. അദ്ദേഹം ധർമ്മിഷ്ഠനായിട്ടുള്ള രാജാവാണ്. അനവധി പത്നിമാരുണ്ടായിരുന്നു അദ്ദേഹത്തിനാണ്. പക്ഷെ സന്താനഭാഗ്യം അദ്ദേഹത്തിന് ഉണ്ടായില്ല. അവസാനം എന്താ ചെയ്യേണ്ടതെന്ന് വിഷമായിട്ട് ഇരിക്കുമ്പോഴാണ് വളരെ വളരെ ദുഃഖിച്ച് കൊട്ടാരം മുഴുവൻ, രാജ്യം മുഴുവൻ ഒരു യുവരാജാവിനെ കിട്ടാത്തത് കൊണ്ടുള്ള വിഷമത്തിലിരിക്കുമ്പോഴാണ് അങ്കിരസ് മഹർഷി അവിടെ കയറി വരുന്നത്. അപ്പൊ ചിത്രകേതുവിന്റെ ഗുരുനാഥനാണ് അങ്കിരസ്. അദ്ദേഹം അവധികാലായിട്ട് തീർത്ഥാടനം കഴിഞ്ഞിട്ട് വരിക. വന്നപ്പോ തന്നെ വളരെ സന്തോഷമായിട്ട് ഈ ദുഃഖം അദ്ദേഹത്തിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പുത്രകാമേഷ്ടി യാഗം നടത്തി. അതിൽ അഗ്നികുണ്ടത്തിന് വന്ന തേജോരൂപി കയ്യില് പായസം ഒരു പാത്രത്തിൽ അത് കൊടുത്തു. ഇത് പത്നി കഴിച്ചോട്ടെ, ഗർഭിണിയാവുന്നു പറഞ്ഞു. അപ്പൊ അനവധി പത്നിമാരെ ആർക്കാ കൊടുക്കുക? അപ്പൊ കൃതദ്യുതി എന്ന് പറഞ്ഞ സ്ത്രീയാണ്, കന്യകയാണ് ആദ്യം വിവാഹം കഴിച്ചത്. അപ്പൊ ആദ്യത്തെ ഭാര്യ കൃതദ്യുതിയാണ്. അപ്പൊ ആ കൃതദ്യുതിക്ക് തന്നെ കൊടുക്കാമെന്ന് തീരുമാനിച്ച് അവളെ തന്നെ കൊടുത്തു. അങ്ങനെ അവള് ഗർഭിണിയായി. കൊട്ടാരത്തിൽ എത്തുന്നില്ലാത്ത സന്തോഷം. സപത്നിമാരും ഒക്കെ വളരെയധികം സന്തോഷിച്ചു. അവർക്ക് അതിന് ഭാഗ്യമില്ലെങ്കിലും ഒരു കുട്ടിയെ ലാളിക്കാൻ നമുക്ക് കിട്ടുകയാണല്ലോ എന്ന് സന്തോഷിച്ചു. അങ്ങനെ കൊട്ടാരവും അത് രാജ്യം മുഴുവൻ വലിയ ആഘോഷമായിട്ട് ആ ഗർഭകാലം ഉപാസിച്ചു കഴിഞ്ഞു. അങ്ങനെ സുമുഹൂർത്തത്തിൽ എന്നെ പ്രസവിച്ചു. ഒരു ആൺകുട്ടി എന്നെ അതിസുന്ദരൻ, എന്തൊന്നില്ലാത്ത തേജസ്. വളരെയധികം സന്തോഷിച്ചു. അങ്ങനെ ആ ഉണ്ണി വളർന്നു കുറച്ചായി മുട്ടുകുത്തി ഇങ്ങനെ നടക്കണു. ആ സമയത്താണ് ഈ അപ്പോഴേക്ക് എന്തായെന്ന് വെച്ചാൽ ഈ സപത്നിമാർക്കൊക്കെ വിഷമായി തുടങ്ങി. കാരണം ഈ രാജാവിന് ആദ്യത്തെ ഭാഗ്യം മാത്രമേ കണ്ണിൽ പിടിക്കുള്ളൂ, മറ്റവരെയൊക്കെ അവഗണിച്ചു തുടങ്ങി. അപ്പൊ അവർക്കൊക്കെ കൂടി സങ്കടമായി. അവർക്കൊക്കെ കൊട്ടാരത്തിൽ ഒരു സ്ഥാനം ഇല്ലാണ്ടായി. ആ ദുഃഖത്തിനൊക്കെ കാരണം ഈ ഉണ്ണിയാണല്ലോ എന്നായി അവരുടെ ചിന്ത. അവള് മാത്രം അങ്ങനെ സുഖിക്കണ്ട എന്ന് തോന്നിത്തുടങ്ങി ഓരോരുത്തർക്കും. അതങ്ങനെ പരസ്പരം ചർച്ച ചെയ്ത് ഒടുക്കം ആ ഉണ്ണിക്ക് വിഷം കൊടുത്തു കൊല്ലാൻ വേണ്ടിയിട്ട് അവർ തീരുമാനിച്ചു. ഒരു ദിവസം രാത്രി വിഷം കൊടുത്തു. പിറ്റേ ദിവസം ഉണ്ണി എന്താ എഴുന്നേക്കാത്തതെന്ന് പറഞ്ഞ് രാജാവ് വന്ന് ചോദിക്കണം. എന്താ നിശ്ചയില്ലെന്ന് ഉറങ്ങാണ്, നല്ല വരട്ടെ ഉറങ്ങി വീട്ടു വരട്ടെ എന്ന് പറഞ്ഞിരിക്കണു. പക്ഷേ മുട്ടുകൊത്തി നടക്കണ ആ ഉണ്ണി മൃതശരീരമായിട്ടാണ് കിടക്കണതെന്ന് അവർ അറിയില്ല. കുറെ കഴിഞ്ഞപ്പോൾ ശരീരം വെറുങ്ങലിച്ചെണ്ണു, തണുത്ത വെറുങ്ങലിച്ചെണ്ണു എന്ന് മനസ്സിലായപ്പോ വളരെയധികം ദുഃഖിച്ച് ആ രാജ്ഞി കരഞ്ഞു. ആ കരച്ചിൽ കേട്ട് രാജാവും കരഞ്ഞു. ഇങ്ങനെ കൊട്ടാരം മുഴുവൻ കരച്ചിലായി. സപത്നിമാരും വിഷം കൊടുത്തോരും ഓടി വന്ന് കരച്ചിൽ തുടങ്ങി. അങ്ങനെ സർക്കാരിലും ആ രാജ്യത്തെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുള്ളതൊക്കെയാണ് അടുത്ത അധ്യായത്തിൽ പരീക്ഷുവാച പരസ്തമസ്വഭാവസ്യ ബ്രഹ്മണ്മന്ത്രസ്യ പാത്മന നാരായണേ ഭഗവതി കഥമാസി ദൃഢാമതി ദേവാനാം ശുദ്ധസത്വാനാം ഋഷീനാം ജാമനാത്മനാം ഭക്തിം മുകുന്ദചരണേന പ്രായേണ ഉപജായതേ തജോഭിസ്തമസംഖ്യാതാ പാർത്ഥിവൈരിഭജന്തവ തേഷാം യേ കേജനേ ഹന്ദേ ശ്രേയോപയുമനിജാതയ പ്രായോ മുമുക്ഷവസ്തേഷാം കേജനൈവ ദ്വിജോത്തമ മുമുക്ഷൂണാം സഹസ്രേഷു കശ്ചിന്മുച്ഛേദ സിദ്ധ്യതി മുക്താനാമപി സിദ്ധാനാം നാരായണപരായണ സുദുർലഭ പ്രശാന്താത്മാ കോടീശ്വരി മഹാമുനെ വൃത്രസ്തു സകഥം ഭാവ സർവലോകോപതാപന ഇത്തം ദൃഢമതി കൃഷ്ണ ആസീത് സംഗ്രാമോൽപ്പണേ അത്ര നസ്സംശയോ ഭൂയാൻ ശ്രോതും കൗതൂഹലം പ്രഭോ യ പൗരുഷേണ സമരേ സഹസ്രാക്ഷമദോഷയത് സൂത ഉവാച പരീക്ഷിരോധ സംരക്ഷണം ഭഗവാൻ വാദരായണി നിസമ്യ ശ്രദ്ധാനസ്യ
പ്രതിനന്ദ്യോചൗദ്രീത് ശ്രീശുകോവാച ശ്രീശ്വാവഹിതോ രാജനിഹാസം യഥാ ശ്രുതം ദ്വൈപായനമുഖാനാരദ ദേവലാദവി ആസീത് രാജാ സാർവഭൗമ ശൂരസേനേഷു വൈ നൃപ ചിത്രകേതുർവിഖ്യാതോ യസ്യാസീത് കാമധുംമഹീ തസ്യ ഭാര്യാ ഭവൻ സാന്താനികഷ്ടാഭിതൃപോനലേ സമ്പന്നസ്യ ഗുണൈः സർവൈः ചിന്താവന്ധ്യാപതേരഭൂത് തസ്യ സമ്പദഃ സർവാമഹിഷ്യോ വാമലോചനാ സാർവഭൗമസ്യ ഭൂശ്ചേയമഭവൻ പ്രീതിഹേതവ തസ്യൈകനാഥഭവനമംഗിരാ ഭഗവാൻ ഋഷി യോഗാനുചരന്നേതാനുപവാഗച്ഛതി ദൃക്ഷയാ തം പൂജയിത്വാ വിധിവത്പത്യുത്ഥാനാർഹണാദിഭിः തദാദിത്യമുപാസീതം സുവാസീനം സമാഹിതം മഹർഷിസ്തമുപാസീനം പ്രശ്രയാമനതം ക്ഷതൗ പ്രതിപൂജ്യ മഹാരാജാ സമാഭാഷ്യേതമബ്രവീത് അംഗിരാ ഉവാച അഭിധേനാമയം സ്വസ്തി പ്രകൃതീനാം തഥാത്മന യഥാ പ്രകൃതിഭിർഗുപ്തത്വമാൻ രാജ്യാഭിസക്തഭിः ആത്മാനം പ്രകൃതിശ്രദ്ധാഞ്ജായ ശ്രേയ ആപ്നുയാത് രാജ്ഞാ തഥാ പ്രകൃതയോ നരദേവാഹിതാധയ അഭിധാര പ്രജാമാത്യാഭൃത്യാ ശ്രേണ്യോഥ മന്ത്രിണം പൗരാജാനപദാ ഭൂപ ആത്മജാവശവർത്തിനം യസ്യാത്മാനവശശ്ചേത് സ്യാത് സർവേ തദ്വശകായിമേ ലോകാസ്സപാലായച്ഛന്തി സർവേ ബലിമതന്ത്രിതാ ആത്മപ്രിയതേ നാത്മാപരതസ്വദേവ ലക്ഷയേ ലബ്ധകാമം ത്വാം ചിന്തയാ ശബളം മുഖം ഏവം വികൽപ്പിതോ രാജൻ വിദുഷാമിനാഭിസ പ്രശ്രയാവനതോദ്ഭാഹ പ്രജാകാമസ്ത്രോ മുനിം ചിത്രകേതുരുവാച ഭഗവൻ ഗുണവിദിതം തപോജ്ഞാനസമാധിഭിः യോഗീനാം ഹസ്തപാപാനാം ബഹിരന്തശരീരിഷു തഥാഭിപൃച്ഛതോ ബ്രൂയാം ബ്രഹ്മണ്യാത്മനിചിന്തിരം ഭവതോ വിശിഷ്ടാഭിചോദിതസ്ത്വതനുജ്ഞയാ ലോകപാലൈരപി പ്രാർത്ഥ്യ സാമ്രാജ്യൈശ്വര്യസമ്പദ നന്ദയന്യപ്രജം മാം ശത്രുക്കാമോവാപനെ തഥാ പാഹി മഹാഭാഗ പൂർവൈः സഹ ഗതം തവ യഥാ തരേമതുസ്താരം പ്രജയാ തദ്വിധേഹിനാം ശ്രീശുകാവാച ഇത്യർത്ഥിരസ്സ ഭഗവാൻ കൃപാലോ ബ്രഹ്മണസ്സുതാം ശ്രവയിത്വാ ജനന്ത്വാഷ്ടം ത്വഷ്ടാരമൈതം വിഭോ ജ്യേഷ്ഠാ ശ്രേഷ്ഠാതയാ രാജ്ഞോ മഹിഷീണാം ച ഭാരത നാമ്നാ കൃതദ്വിസ്തസ്യൈ യജ്ഞോച്ഛിഷ്ടമദാദ്വിജാം അഥാഹ നൃപതിം രാജൻ ഭവിതൈകസ്തവാത്മജ പരുഷചോഗപ്രദക്തുഭ്യമിതി ബ്രഹ്മസുതോയോ സാവിദത്പ്രാചനാദേവ ചിത്രകേതോർധാരയൻ ഗർഭം കൃതദ്വിദേവി കൃത്തികാഗ്നൈരിവാന്മയം തസ്യാർജിരം ഗർഭശുക്ലപക്ഷൈവോടുപ പവൃധേ ശൂരസേനേശതേജസാസനകേന്ദ്രപ അഥ കാലോപാവൃത്തേ കുമാരസ്തമയായത ജനയൻ ശൂരസേനാനാം ശൃണ്വതാം വരമാമുദം പൃഷ്ടോ രാജാകുമാരസ്യ സ്നാത ശുചീലലങ്കൃത പാദയിത്വാ ശിരോ വിപ്രൈകാലയാമാസ ജാതകം തേഭ്യോ ഹിരണ്യമിണ്ടജനം വാസാംസ്യാഭരണാനി ച ഗ്രാമാൻ ഭയാങ്കജാൻ പ്രാജാധേനൂനാമർബുദാൻ പവർഷകാമോന്യേഷാം പർജന്യൈവ ദേഹിനാം ധന്യം യശസ്യമായുഷ്യം കുമാരസ്യ മഹാമനാ പ്രശ്രലബ്ധേ യഥ രാജർഷേ സ്തനയേന ദിനം വിദു യഥാ നിസ്വസ്യ കൃച്ഛ്രാപ്യേധനേ സ്നേഹോ അന്വർത്തത മാതുസ്ത്വതിതരാം പുത്രേ സ്നേഹോ മോഹസമുദ്ഭവ കൃതദ്വിദേ സപത്നീനാം പ്രജാകാമജ്വരോഭവത് ചിത്രകേതോരതി പ്രീതിര്യഥാ ദാരേ പ്രജാപതി ന തഥാന്യേഷു സഞ്ജജ്ഞേ ബാലം നാളയതോന്വഹം പദ്യതപ്യന്നാത്മാനം ഗ്രഹേന്ദ്യോ അഭ്യസൂയയാ ആനപത്യേന ദുഃഖേന രാജ്ഞോ അനാദരണേന ച ധികപ്രജാം സ്ത്രിയം പാപാം വത്യുഷ്ടാഗ്രഹസമ്മത സുപ്രജാഭിസ്തപത്നീഭിർദാസീമിവ തിരസ്കൃതാം ദാസീനാം കോമുസന്താപസ്വാമിന പരിചര്യാം അഭീക്ഷണം ലഭ്യമാനാനാം ദാസ്യാ ദാസീപുതുർഭഗ ഏവം സന്ദഹ്യമാനാനാം സപത്ന്യാ പുത്രസമ്പദ രാജ്ഞോ സമ്മതവൃത്തീനാം വിദ്വേഷോപലവാനുഭൂത് വിദ്വേഷനഷ്ടമുദയ സ്ത്രീയോ ദാരുണചേതസാം കരന്തദുഃകുമാരായ ദുർമരുഷാ നൃപതിം പ്രതി തദ്വിതിരനാനന്ദി സപത്നീനാമസമ്മഹ സുപ്ത ഏവേതി സഞ്ചിത്യ നിരീക്ഷ്യ വ്യചരദ്ഗൃഹേ ശയാനം സുചിരം ബാലമുപധാര്യമനീഷണീ പുത്രമാനയമേ ഭദ്രേതി ധാത്രീമചോദയൻ താ ശയാനമുപവ്രജ്യ ദൃഷ്ട്വാ ചോത്താരലോചനം പ്രാണേന്ദ്രിയാത്മഭിസ്ത്യക്തം ഹദാസ്മീത്യപതദ്ഭുവി തസ്യാത്തരാകർണ്യഭുജാതരം സുരംഘ്നന്ദ്യാകരാഭ്യാമര ഉച്ചകൈരവി പ്രവിശ്യരാജ്ഞേതരയാത്മജാന്തികം ദൃശപാലം സഹസാമൃതം സുതം പവാതഭൂമൗ പരിവൃദ്ധയാ ശിരാമോ വിപൃഷ്ടശിരോരുവാംബര തതോ നിർവാന്ദഃ പുരവർത്തിനോ രാഷ്ട്രനാട്യശ്ച നിശമ്യരോദനം ആഗത്യതുല്യംകശനാ സുദുഃഖരാസ്താശ്ചവിലീകം ദുരുദു ഹൃദാകസ ശ്രുത്വാമൃതം പുത്രമലക്ഷിരാന്തകം നിരഷ്ടദൃഷ്ടിപ്രപദൻ സ്ഖലൻ പഥി സ്നേഹാർബന്ധൈധിലയാശുജാഭൃശം വിമൂർച്ഛിതോ അനുപ്രകൃതിർവിജയവൃതാത് തപാദപാലസ്യ സമാധിമൂലേ മൃതസ്യ വിസ്ത്രസ്തശിരോവിഹാംബര ദീർഘം സുഖം ബാഷ്പകലോകരോധനോ നിരുദ്ധകണ്ഠോ ന ശശാകഭാഷ്യം പതിനിരീക്ഷൂർഷിതാർത്ഥം ദദാമൃതം ബാലം ച കാലം സുഖമേകസന്തതിം ജനസ്യ രാജ്ഞീ പ്രകൃതേഷ്ട ഹൃദ്രുജം തത്സതീർധാനാവിലാഭചിത്രഥ സ്തനദ്വയം കുങ്കുമഗന്ധമണ്ഡിതം നിഷിഞ്ചതി സാഞ്ജനബാഷ്പബിന്ദുഭിः വികീര്യകേശാൻവികളസ്രജസ്സുതം ശുശ്രോഷചിത്രം കുരുനീവസുസ്വരം അഹോ വിധാതസ്ത്വമതീവ ബാലിസോയസ്ത്വാത്മസൃഷ്ട്യപ്രതിരൂപമീഹത്തെ പരേണു ജീവത്യ പരസ്യാമൃതം വിപര്യേഷ്ടേത്വമസിന്ധുവ പര
नहि क्रमश्चेतिहमृत्युजन्मनो शरीरिणामस्तुतदात्मकर्मभिः यस्नेहवासो निजसर्गवृद्धये स्वयं कृतस्ते तमिमं विपृच्छसि त्वं तादनार्हसि मां कृपणामनाथां त्यक्तं विचक्ष्वपितरं तव शोकदत्तम् अञ्जस्तरेम भवता प्रदुस्तरं यद्ध्वान्तं मया ह्यर्णेनैवेन दूरम् उत्तिष्ठता तै मे विशिशवो वयस्यात्त्वामाह्वयन्ति नृपनन्दनसंविभक्तम् सुप्तश्चिरं ह्यसमयाति भवान् परीतो भुङ्क्ष्वस्तनं पिबशुतो वरदस्वकानाम् नाहं तनूय तदृशेहरमङ्गलादे मुग्धस्मितं मुदितवीक्षणमाननाद्यं किं वागतोऽस्य पुनरन्वयमन्यलोकं नीतो घृणेन न शृणोमि कलागिरस्ते श्रीशुक उवाच विलपत्यामृतं पुत्रमिति चित्रविलापनैः चित्रकेतुर्भुजं तप्तो मुक्तकण्ठोरुरोधः तयोर्विलपतोः सर्वे दम्पत्योस्तदनुप्रदाः विदुस्पुनरानार्यः सर्वमासीतचेतनम् एवं लक्ष्मणमापन्नं नष्टसम्पूर्णायकं ज्ञात्वाङ्गिरामुनिराजगाम सदारद श्रीकृष्णार्पणमस्तु हरि ओं श्रीमद्भागवते महापुराणे बालपुंस्यां षष्ठस्कन्धे चित्रकेतुविलापो नाम चतुर्दशोऽध्यायः സുഭദ്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ചിത്രകേതുവിന്റെ ദുഃഖം. എത്രയോ കാലം കാത്തിരുന്നിട്ട് പുത്രകാമേഷ്ടി യാഗം നടത്തിയിട്ടുണ്ടായ ആ ഒരു ഉണ്ണി കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ദുഃഖം അത് ആ രാജ്യം മുഴുവൻ വ്യാപിച്ചു എന്നാണ് വളരെ. പക്ഷെ അങ്ങനെ ദുഃഖിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്കിരസ് ആദ്യം കയറി വന്നു. ഗുരുനാഥൻ കൂടെ നാരദ മഹർഷിയും കൂടി ഉണ്ടായിരുന്നു എന്നാണ്. അവരെ കണ്ടപ്പോ ചിത്രകേതുവിന് എന്തൊന്നുമില്ലാത്ത ദുഃഖം കൂടി കൂടിയെന്നാണ്. അങ്ങനെ കാൽക്കൽ വീണ് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുന്ന തന്റെ ശിഷ്യനെ കണ്ടിട്ട് അങ്കിരസ് മഹർഷിക്ക് എന്നെ സഹതാപം തോന്നി. അദ്ദേഹം അനവധി ഉപദേശിച്ചു നോക്കി. ഓരോ ജീവന്റെയും കർമ്മം ഒടുങ്ങിക്കഴിഞ്ഞാൽ ഭൂമിയിൽ നിന്ന് ശരീരം വിട്ടു പോകും. അതിന് ഒരു നിയമങ്ങളുമില്ല. ആ കർമ്മം കഴിഞ്ഞാൽ പോവാൻ തന്നെ അതിന് നിയമമുള്ളൂ. അനാരോഗ്യമോ അല്ലെങ്കിൽ രോഗമോ ഇതൊന്നും അവിടെ വിഷയമല്ല, പ്രായമൊന്നും വിഷയമല്ല എന്നൊക്കെ ആ കർമ്മത്തിന്റെ ഗതികളെ കുറിച്ച് കുറെ അങ്കിരസ് മഹർഷി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷെ എന്ത് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് നിങ്ങൾ വിചാരിച്ചാൽ ഈ ഉണ്ണിക്ക് ജീവൻ കിട്ടും, ഉണ്ണിയെ ജീവിപ്പിക്കണം എന്നൊക്കെ ഈ അദ്ദേഹത്തിന്റെ ആ ദുഃഖം കണ്ടിട്ട് ഇനി എന്താ വേണ്ടത് നിശ്ചയില്ലാണ്ട് നാരദനും കുറെ ഉപദേശിച്ചു. എന്തായിട്ടും ദുഃഖം നേരില്ല. അവസാനം നാരദൻ ആ കുട്ടിയെ ജീവിപ്പിക്കാൻ തീരുമാനിച്ചു എന്നുള്ളതൊക്കെയാണ് ആ അങ്കിരസിന്റെ നാരദന്റെ ഉപദേശങ്ങളാണ് അടുത്ത അധ്യായത്തിൽ കർമ്മത്തിന്റെ ഗഹനത വർണ്ണിക്കുന്ന ഉപദേശം. വാസുദേവായ പഞ്ചദശോധ്യായ ശ്രീശുക ഉവാച പൂജകോപാന്തേ പ്രതിനം പ്രതകോപമം ശോകാഭിഭൂതം രാജാനാം ബോധയം സുബുദ്ധിഃ കോയം സ്യാത്തപരാധീന്ദ്രാ ഭവാനി മനുശോദതി ത്വം ജാസ്യകതമസൃഷ്ടോ പുരേദാനീമതപരം यथा प्रयान्ति संयान्ति स्रोतो वेगेन बालुका संयुज्यन्ते वियुज्यन्ते तथा कालेन देहिनां यथा धानासु वैधाना भवन्ति न भवन्ति च एवं भूतेषु भूतानि चोदितानि च मायया अयं च त्वं च ये च मे तुल्यकालाः चराचराः जन्ममृत्युर्यथा पश्चात् प्राङ्नैव अधुना विभो भूतैर्भूतानि भूतेशस्त्रजत्यपतिहन्ति च आत्मसृष्टैरस्वतन्त्रैरनपेक्षोत्पालवत् देहेन देहिनो राजन् देहात् देहो विजायते बीजादेव यथा बीजं देह्यर्थैव शाश्वता देहदेहि विभागोऽयम् अविवेककृतपुरा जातिव्यक्तिविभागोऽयं यथा वस्तुनिकल्पिता श्रीशुक उवाच एवमाश्वासितो राजा चित्रकेतुर्द्विजोक्तिभिः प्रपज्यपाणिना वक्त्रमाध्यमदानमहासदा राजोवाच कौयुवाज्ञानसम्पन्नो महिष्ठो समहीयसाम् अवधूतेन वेषेण गूढाभिहसमागतौ चरन्ति ह्यमनुगां ब्राह्मणा भगवत्प्रिया मादृशां ग्राम्यबुद्धीनां बोधाय अन्मत्तलिङ्गिना कुमारो नयनदर्भुजङ्गिरा देवलोसदा अवान्तरतमो व्यासो मार्कण्डेयो गौतमा वसिष्ठो भगवान् राम कविलो बादरायिणी दुर्वासा याज्ञवल्क्यश्च जातूकर्ण्यस्तधारुणि रोमश्च विनोदत्त आसुरिस्तपतञ्जलि विशुर्वेदशिरा बोधभूमि पञ्चशिरास्तथा हिरण्यनाभ कौसल्य श्रुतदेवरध्वज एते परे सिद्धे शास्त्रन्ति ज्ञानहेतव तस्मात् युवां ग्राम्यशोर्मम मूढधीय प्रभु अन्धेतम समग्नस्य ज्ञानदीप उदीर्यत अंगिरा उवाच अहं ते पुत्रगामस्य पुत्रदोऽस्मि अंगिरा नृप एष ब्रह्मसुतः नारदो भगवान् ऋषि इत्थं त्वां पुत्रशोकेन मग्नं तमसि दुस्तरे अतदरिहमनुस्मृत्य महापुरुषगोचरम् अनुग्रहाय भवतः प्राप्तावामि प्रभो ब्रह्मण्यो भगवद्भक्तो नावसीदिनमर्हति तदैव ते परं ज्ञानं ददामि गृहमागतः ज्ञात्वा अन्याभिनिवेशं ते पुत्रमेव ददावः अधुना पुत्रिणां दावो भवदैव अनुभूयते
एवं दाराग्रहारायो विविध ऐश्वर्यसम्पदा शब्दादयश्च विषयाश्चला राज्यविभूतया अहीराज्यं बलं घोषो भृत्यामात्याः सुहृद्जनाः सर्वेऽपि शूरसेने मे शोकमोहभयार्तिदाः गन्धर्वनगरप्रख्याः स्वप्नमायामनोरथाः दृश्यमाना विनार्थेन न दृश्यन्ते मम भुवाः कर्मभिध्यायतो नानाकर्माणि मनसो भवन् अयं हि देहिनो देहो द्रव्यज्ञानक्रियात्मकः देहिनो विविधक्लेशसन्तापकृदुदाहृतः तस्मात् स्वस्थेन मनसा विमर्श्य गतिमात्मना द्वैते ध्रुवार्थविश्रम्भम् त्यजोपशममाविश नारदवाच एतामन्द्रोपनिषदं प्रतीक्ष प्रयतो मम यां धारयन् सप्तरात्रौ दृष्टा सङ्घर्षणं प्रभुम् यत्पादमूलमुपसर्ग नरेन्द्र पूर्वे सर्वादयो भ्रममिमं द्वितयं विसर्ज्य सद्यस्तदीयमदिलानधिकं महित्वं प्रादुर्भवानविवरं न जिरादुमेति श्रीकृष्णार्पणमस्तु हरिओं श्रीमद्भागवते महापुराणे पारमहंस्य समितायां स्कन्धे चित्रकेतुसान्त्वनं नाम पञ्चदशोऽध्यायः ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ചിത്രകേതുവിന്റെ ദുഃഖം കണ്ട് സമാധാനിപ്പിച്ചിട്ടോ കാര്യമില്ല എന്ന് മനസ്സിലായി നാരദ മഹർഷി ആ ഉണ്ണിയെ കൊണ്ട് ജീവിപ്പിച്ചു എന്നുള്ളതാണ് അടുത്ത അധ്യായത്തിൽ പറഞ്ഞത്. ഹേ ജീവാത്മൻ പശ്യ ഭദ്രം തേ മാതരം പിതരഞ്ച തേ സുഹൃതോ ബാന്ധവാസ്തപ്താഹ ശുച തുൽകൃതയാഹൃശം. അങ്ങയുടെ ഈ പോക്കുകൊണ്ട് അങ്ങയുടെ അച്ഛനും അമ്മയും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ദുഃഖിക്കണം. അതുകൊണ്ട് അങ്ങ് തിരിച്ചു വരുമെന്ന് വിളിക്കല് ആ ജീവൻ അങ്ങനെ ഇങ്ങോട്ട് എഴുന്നേറ്റു എന്നാണ്. മരിച്ചുപോയ ആ ഉണ്ണി അങ്ങനെ അവിടെ എഴുന്നേറ്റ് അവിടെ നിന്ന് മുട്ടുകുത്തി ഓടിയിറങ്ങ ഉണ്ണി അവിടെ നിന്നിട്ട് അവിടെ നിന്ന് അതിരൂക്ഷമായിട്ട് നാരദന്റെ മുഖത്തേക്കാണ് നോക്കിയത്. നാരദൻ തലയും കാട്ടിയിട്ട് അങ്ങനെ ഇവരൊക്കെ ദുഃഖിക്കുമ്പോൾ ഇങ്ങനെ കൊയ്യാൻ പറ്റുമോ? അതാണ് ഞാൻ തിരിച്ചു വിളിച്ചത്. എന്നെ ഇങ്ങനെ തിരിച്ചു വിളിക്കാൻ പാടുമോ? ഓരോ ജീവനും അവരുടെ കർമ്മം കഴിഞ്ഞാൽ ഭൂമിയിലെ തിരിച്ചു വിളിക്കാൻ ഇതിനെന്താ യുക്തിയുള്ളതെന്നൊക്കെ ചൊച്ചുകൊണ്ട് അവിടുന്ന് ജീവനും നാരദനും തമ്മിലുള്ള സംവാദം അതിശക്തമായിട്ടാണ് ജീവൻ ബാധിക്കുന്നത്. ഏതച്ഛന്റെ ഏതമ്മയുടെയും ഏത് സുഹൃത്തിന്റെ ഏത് ബന്ധുക്കളുടെയൊക്കെ ദുഃഖത്തിന്റെ കാര്യമാണ് പറയണത്. എനിക്ക് എത്ര 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 ശരീരം ഉണ്ടായിട്ടുണ്ട്, എത്ര ജന്മങ്ങള്. ആ ജന്മങ്ങളിലൊക്കെ അച്ഛനമ്മമാരൊക്കെ വേറെ വേറെ. അവരുടെയൊക്കെ ദുഃഖം നോക്കിയിരിക്കലാണോ എന്റെ പണി? എനിക്ക് എന്റെ കർമ്മത്തിന്റെ ഫലം അനുഭവിക്കൽ കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ നിന്ന് പോണ്ടേ? അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പോവാതിരിക്കാൻ പാടുമോ? പോയി കഴിഞ്ഞാൽ വേറെ ആ കർമ്മത്തിനനുസരിച്ച് പോകും. ഇങ്ങനെ ബാധിച്ചു എന്നാണ് ഒടുക്കം. നാരദന് ഒന്നും പറയാനില്ല എന്നുള്ള മട്ടായപ്പോ ജീവന്റെ വഴിക്ക് തിരിച്ചാണ് പോവുകയും ചെയ്തു. പക്ഷെ ഈ സംഭാഷണം ചിത്രകേതുവിന്റെ ഹൃദയത്തിൽ കൊണ്ടു. താനും തന്റെ പത്നിമാരും കൊട്ടാരവും രാജ്യവും മുഴുവൻ എന്തൊന്നുമില്ലാത്ത സ്നേഹം കൊടുത്ത ആ ഉണ്ണി ഇങ്ങോട്ട് പറയുന്നത് കേട്ടു. ഇപ്പൊ ആ ഉണ്ണിക്ക് ഈ രാജ്യത്തിനോടും ഒരു മാറ, ഈ അമ്മയോടും അച്ഛനോടും കൊട്ടാരത്തിനോടും ഒന്നുമില്ല ഒരു മമത. അപ്പൊ പിന്നെ ആർക്ക് വേണ്ടിയിട്ടാ താനിത്ര അധികം സ്നേഹം ആ ഉണ്ണിക്ക് കൊടുത്തത്? എന്താണ് ഈ സ്നേഹത്തിന്റെ അർത്ഥം? അതങ്ങോട്ട് തോന്നിയെന്നാണ് അദ്ദേഹത്തിനുള്ളിൽ. ഈ ഒരു യാഥാർത്ഥ്യം തോന്നാനാണ് ഞെരുക്കം. ഇവിടെ ജീവന്റെ ഉക്തി വന്നാലേ ആ ചിത്രകേതുവിന്റെ ഉള്ളിൽ ഈ ഭാവം തോന്നുള്ളൂ എന്ന് നാരദന് മനസ്സിലാക്കിയിട്ടാണ് ജീവനെ തിരിച്ചു കൊണ്ടുവന്നത്. ഏതായാലും നാരദൻ ജയിച്ചു. ആ ചിത്രകേതുവിന്റെ മനസ്സാകെ ശാന്തമായി. ഇപ്പൊ ദുഃഖമൊന്നുമില്ല. ആ ശരീരം, ഉണ്ണിയുടെ ശരീരം എടുത്ത് ദഹിപ്പിച്ചു. ഒക്കെ കഴിഞ്ഞ് ദുഃഖാർത്ഥനായിട്ടിരിക്കുകയാണ് ചിത്രകേതു. ഇനി എന്താ വേണ്ടത് ഇഷ്ടമില്ലാത്ത ഒരവസ്ഥ. എന്നാലും മനസ്സ് ശാന്തമായിട്ടൊന്ന് മനസ്സിലാക്കി നാരദ മഹർഷി ചെന്ന് ഉപദേശിച്ചു എന്നാണ്. ആ ഉപദേശവും മന്ത്രമൊക്കെ സ്വീകരിച്ച് അതികഠിനമായ ഉപാസന ചെയ്ത് സാക്ഷാൽ അനന്തമൂർത്തിയെ ദർശിച്ചു എന്നാണ്. ആ അനന്തമൂർത്തിയെ ദർശിക്കുന്നതൊക്കെ അടുത്ത അധ്യായത്തിൽ പറഞ്ഞിരിക്കണം. അങ്ങനെ അനന്ത ദർശനം കിട്ടിയിട്ടുള്ള ചിത്രകേതു വിദ്യാധരന്മാരുടെ കൂട്ടത്തിലായി പെട്ടു. വിദ്യാധരനായി മാറി. വിദ്യാധരന്മാരെന്ന് പറഞ്ഞാൽ ദേവയോനിയിൽപ്പെട്ടവരാ. കിന്നരന്മാര്, കിംപുരുഷന്മാര്, ഗന്ധർവന്മാര്, വിദ്യാധരന്മാര്, ഇവരൊക്കെ ദേവന്മാരുടെ ഓരോ ഗണങ്ങളാണ്. അതിൽ വിദ്യാധരന്മാരെന്ന് പറഞ്ഞ പ്രത്യേക പാട്ടുകാരാണ്. പാട്ടിന്റെ ആൾക്കാരാണ് അവര്. അതിസുന്ദരമായിട്ട് പാടുന്ന ആ വിദ്യാധരന്മാരുടെ കൂട്ടത്തില് അതിഗംഭീരായിട്ട് പാടുന്ന ആളായി എന്നാണ്. എന്നാൽ അദ്ദേഹം പാടുന്നത് ഭഗവാനെ കുറിച്ച് മാത്രമായി തീർന്നു.
അങ്ങനെ ഭഗവാനെ കുറിച്ചുള്ള പാട്ടുകൾ പാടി പാടി ലോകം മുഴുവൻ സഞ്ചരിച്ച് നടന്നതാണ് ആ ചിത്രകേതു, വിദ്യാധരനായി മാറിയ ചിത്രകേതു. അതാണ് അടുത്ത അധ്യായത്തിൽ പറഞ്ഞത്. ഓം നമോ ഭഗവതേ വാസുദേവായ. യഥാ ഷോഡശോധ്യായ. ശ്രീശുക ഉവാച. അഥ ദേവർഷീരാജൻ സംഭരേതം നൃപാത്മജം ദർശയിത്വേതി ഹോവാച ജ്ഞാതീനാമനുശോചതാം. നാരദ ഉവാച. ജീവാത്മൻ പശ്യഭദ്രം ദേ മാതരം പിതരം ചതേ സുഹൃതോ ബാന്ധവസ്തപ്താഃ സുജാതം കൃതയാഭൃശം കളേബരം സുമാവിശേഷാമായ സുഹൃദ്വൃത. കളേബരം സ്വമാവിശ്യ ശേഷമായോ സുഹൃദ്വൃത ഭുംക്ഷഭോഗനം പിതൃപ്രാപ്താനാധിഷ്ഠ നൃപാസനം. ജീവ ഉവാച. കസ്മിൻ ജന്മന്യമീ മഹ്യം പിതരോ മാതരോ അഭവൻ കർമ്മവിഭ്രാമ്യമാണസ് ദേവതിരിന്ദ്രിയോനിഷു ബന്ധുജ്ഞാത്തേരി മധ്യസ്ഥമിത്രോദാസീന വിദ്യുഷ സർവൈവ ഹി സർവേഷാം ഭവന്തി ക്രമശോ വിധ യഥാ വസ്തുനി പണ്യാനി ഹേമാദീന തതസ്തദാ പര്യടന്തി നരേ ശിവം ജീവോ യോനിഷു കർക്കൃഷു നിത്യസ്യ അർത്ഥസ്യ സംബന്ധോ ഹി അനിത്യോ ദൃശ്യതേ നൃഷു യാവദ്യസ്യ ഹിതം ബന്ധോ മമത്വം താവദേവ ഹി ഏവം യോനികതോ ജീവസ്സ നിത്യോ നിരഹംകൃതഃ യാവദ്യത്രോപലബ്ധേതു താവൽ സുത്വം ഹി തസ്യ തൽ ഏഷ നിത്യോ അഭ്യയഃ സൂക്ഷ്മ ഏഷ സർവാശ്രയസ്വ ദൃക് ആത്മമായാത്മവിശ്വമാത്മാനം സിദ്ധ പ്രഭു നഹ്യസ്യാദിപ്രിയ കസ്യനാപ്രിയസ്വ പരോവിവ ഏകസർവധിയാം ദ്രഷ്ടാകർത്തॄണാം ഗുണദോഷയോഃ നാദത്താത്മായുഗുണം ദോഷം ന ക്രിയാഫലം ഉദാസീന പരാവരദൃഗീശ്വര. ശ്രീശുക ഉവാച. ഇത്രീപികതോ ജീവോ ജ്ഞാതയസ്തസ്യ തദാ വിസ്മിതാരുശ്വകം ചിത്വാ ആത്മസ്നേഹശൃംഖലാ നിർഹത്യജ്ഞാതയോജ്ഞാതേർദേഹം കൃത്വോചിതാഃ ക്രിയാഃ തദ്വിജർദുസ്ഥിതം സ്നേഹം ശോകമോഹഭയാർത്തിതം ബാലഘ്നോ വ്രീഡിതാസ്തത്ര ബാലഹത്യാഹ തപ്രഭാഃ ബാലഹത്യാവൃതം ചേരുഗ്രാമഹൈർനിരൂപിതം യമുനായാം മഹാരാജ സ്മരന്ത്യുദ്വിജഭാഷിതം സൈത്ഥം പ്രതിബുദ്ധാത്മചിത്രകേതുർദ്വിജോക്തിഃ ഗൃഹാന്തകൂപാനിഷ്കാന്തസ്ഥലഃ പങ്കാദിവദ്വിപഃ കാളിന്ദ്യാമിധുർസ്മാത്വാകൃതപുണ്യജലക്രിയാ മൗനേന സംയത പ്രാണോ ബ്രഹ്മോത്രാവന്തത അഥ തസ്മൈ പ്രപന്നായ ഭക്തായ പ്രയതാത്മനെ ഭഗവാൻ നാരദഃ പ്രീതോ വിദ്യാമേതാമുവാചഃ. ഓം നമസ്തുഭ്യം ഭഗവതേ വാസുദേവായ ധീമഹി പ്രദ്യുമ്നായ അനിരുദ്ധായ നമഃ സംഘർഷണായ ച നമോ വിജ്ഞാനമാത്രായ പരമാനന്ദമൂർത്തയേ ആത്മാരാമായ ശാന്തായ നിവൃത്തദ്വൈതദൃഷ്ടയേ ആത്മാനന്ദാനുഭൂത്യേ വന്യസ്തശക്തിയോർമയേ നമഃ ഋഷികാശായ മഹതേ നമസ്തേ വിശ്വമൂർത്തയേ വജസ്തി പരതേ പ്രാപ്യായ ഗോമനസാ സഹ അനാമരൂപസിന്മാത്രസ്വോദ്യാന്നഃ സതസൽപര യസ്മിന്നിദം യതസ്യേദം തിഷ്ഠത്യപ്യേതി ജായതേ മൃണ്മയേഷു പ്രജായസ്തസ്മൈ തേ ബ്രഹ്മണേ നമഃ യന്നസ്പൃശന്തി ന വിദുർമനോ ബുദ്ധീന്ദ്രിയാസവ അന്തർബഹിസ്വിദ്ധം യോന്മത്തം നരോസ്മ്യഹം ദേഹേന്ദ്രിയ പ്രണമനോധിയോമിയദം സദിദ്ധാർജന്തി കർമ്മസു നൈവാന്യദാരോഹം വാ പ്രതപ്തം സ്ഥാനേഷു ദ്രഷ്ട്രപതേ സമീതി. ഓം നമോ ഭഗവതേ മഹാപുരുഷായ മഹാനുഭാവായ മഹാവിഭൂതിപതേ സകല സാത്വത പരിവൃദ്ധനികരകരകമലകുഡ്മണോപനാളിന ചരണാരവിന്ദയുഗള പരമപരമേഷ്ഠിൻ നമസ്തേ. ശ്രീശുക ഉവാച. ഭക്തായ പ്രപന്നായ വിദ്യാമാദിശ്യനാരദ യാവന്തികസാസാകം ധാമസ്വായം ധ്രുവം പ്രഭോ ചിത്രകേതുസ്തുവിദ്യാം താന്യധാനാരദ ഭാഷിതാൻ ധാരയാമാസ സപ്താഹമഭക്ഷസുഖമാഹിത തതസ്വത്രാത്രാന്തേ വിദ്യാധാര്യമാണയ വിദ്യാധരാധിപത്യം സലേഭേ അപ്രതിഹതം നൃപ തതഃ കവിമയാഹോഭിർവിദ്യായ ധമനോഗതി ജഗാമദേവദേവ സുരേഷസ് ചരണാന്തികം ഋണാളകവരം ശിതിവാസംസുരൽ കിരീടകൈരുടെ കടിത്രകങ്കണം പ്രസന്നവക്രകാരലോചനം മൃതം ദർശസിദ്ധേശ്വരമണ്ഡലൈഃ പ്രഭും സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. തദ്ദർശനമസ്തകിൽഭിഷശ്ചാമരാന്തഃ കർണോഭ്യാന്മുനി പ്രവൃദ്ധഭക്ത്യാപുണേ ആശ്ലോചനഃ പ്രഹഷ്ടരോമാനമദാദിപൂരുഷം സൗത്തമശ്ലോകൃതാർദ്ധിഷ്ടാൻ പ്രേമാശ്ലേഷൈരുപമേയേന്മുഹു പ്രേമാശ്ലേഷൈരുപമേഹയന്മുഹു പ്രേമോപരുദ്ധാകിലവർണ്ണ നിർഗമോ നൈവാശകത്വം പ്രസമീഡിതും ചിരം തതസ്സമാധായ മനോമനീഷിയാവഭാഷേതൽ പ്രതിലബ്ധവാകസൗ നിയമ്യ സർവേന്ദ്രിയബാഹ്യവർത്തനം ജഗദ്ഗുരും സാത്വതശാസ്ത്രവിഗ്രഹം. ചിത്രകേതുരുവാച. അജിതജിതസ്സമമതിഭിः സാധഭിർഭവാഞ്ജിതാത്മഭിർഭവത വിജിതാസ്തേപി ച ഭജതാമകാമാത്മനാം യ ആത്മദോതികരുണ തവ വിഭവഃ ഖലു ഭഗവൻ ജഗദുദയസ്ഥിതിലയാദീനി വിശ്വസൃജസ്തേ അംശാംശാസ്തപ്രമൃഷാസ്പദ്ധന്തേ പൃഥഗവിഭക്ത്യ പരമാണു പരമമഹതോസ്ത്വമാദ്യാന്തരവർത്തി ത്രയവിധുര ആദാവന്തേ ഭക്തവാനാം പരമാണു പരമമഹതോസ്ത്വമാദ്യന്താന്തരവർത്തി ത്രയവിധുര ആദാവന്തേ പിതസത്വാനാം യദ്ധ്രുവം തദേവാന്തരാളേഭി
ക്ഷിത്യാദിഭിരേഷകിരാമൃതസ്വപ്രഭിരശഗുണോത്തരൈരാണ്ടകോശ യത്ര പദത്യണുകൽപ സഹാണ്ടകോടികോടിഭിസ്തദനന്ദ വിഷയദൃശോ നരപശകോദ്യ ഉപാസതേ വിഭൂതിർന്ന പരം ത്വാം തേഷാമാശിഷൈശ തദനു വിനശ്യന്തി യഥാ രാജകുലം കാമധിയസ്ത്വൈരചിതാന പരമരോഹന്തി യഥാ കരംഭബീജാനി ജ്ഞാനാത്മന്യഗുണമയേ ഗുണഗണദോസ്യ ദ്വന്ദ്വജാലാനി ജിതമജിതോതാ ഭവതാ യദാഹ ഭാഗവതം ധർമ്മമനവദ്യം നിഷ്കിഞ്ചനായേ മുനിയ ആത്മാരാമായമുപാസതേ പവർഗായ വിഷമമതിർന്നയത്ര നൃണാം ത്വമഹമിതി മമ തദേച്ചൈതന്യത്ര വിഷമധിയാ രചനോയസ്വഖ്യവിശുദ്ധക്ഷൈഷ്ണുരധർമ്മബഹുല അക്ഷേമോ നിജപതയോഃ യാനർത്ഥസ്വപരദ്രുഹാധർമ്മേണ സ്വദ്രോഹാത്മകോപ പരസംപീഡയാ ച തഥാ ധർമ്മ നവ്യഭിചരതിരപേക്ഷായാഭീതോ ഭാഗവതോ ധർമ്മ സ്ഥിരചരസത്വകതം വേഷ്വപഠദ്ധിയോയമുപാസതേ ത്വാജ്യാഃ നഹി ഭഗവന്ന ഘടിതമിതം ദുർദർശനാമഖിലതാപക്ഷയ എന്നാമസകശ്രവണാൽ പുൽക്കസഗോപി വിമുച്യതേ സംസാരാൽ അഥ ഭഗവൻ വയമധുനാ ത്വദവലോകപരിമൃഷ്ടാശയമനാഃ സുരഋഷിണായ ദുരിതം താവകേന കഥമന്യഥാ ഭവതി വിദിതമനന്തസമസ്തം തവ ജഗതാത്മനോജനീതിഹാചരിതം വിജ്ഞാപ്യം പരമഗുരോഃ യദിവസവിതുരിവഖദ്യോതൈഃ നമസ്തുഭ്യം ഭഗവതേ സകല ജഗൽസ്ഥിതിലയോദയേശായ ദുരവസിതാത്മകതയേ കുയോഗിനാംഭിജാ പരമഹംസായ യം വൈശ്വസന്തമനുവിസൃജ്യ സ്വസന്തി യം ചേകിതാമനുചിത്തയ ഉച്ചകന്തി യം വൈശ്വസന്തമനുവിസൃജ്യ യം ചേകിതാനമനുചിത്തയ ഉച്ചകന്തി ഭൂമണ്ഡലം സർഷമായതിയസ്യ മൂർധുനി തസ്മൈ നമോ ഭഗവതേ സ്തു സഹസ്രമൂർധനേ ശ്രീശുക ഉവാച സംസ്തുതോ ഭഗവാനേവ അനന്തസ്തമഭാഷത വിദ്യാധരപതിം ഗിരിചിത്രകേതും ഗുരുദ്വഃ ശ്രീഭഗവാനുവാച യന്നാരദാങ്കിരോഭ്യാം ദേവ്യാഹൃതം മേ അനുശാസനം സംസിദ്ധോऽസി ദയാ രാജൻ വിദ്യാദർശനാച്ഛമേ അഹം വൈ സർവഭൂതാനി ഭൂതാത്മാ ഭൂതഭാവന ശബ്ദബ്രഹ്മപരം ബ്രഹ്മ മമോഭേ ശാശ്വതീതനോ ലോകേ വിഗതമാത്മാനം ലോകം ചാത്മനി സന്തതം ഉഭയം ച മയാ വ്യാപൃതം മയി ചൈവോഭയം കൃതം യഥാ സുഷുപ്തഃ പുരുഷോ വിശ്വം പശ്യതി ചാത്മനി ആത്മാനമേകദേശസ്ഥം മന്യതേ സ്വപ്നോത്ഥിത ഏവം ജാഗരണാദീനി ജീവസ്ഥാനാനി ച ആത്മന മായാമാത്രാണി വിജ്ഞാതദ്രഷ്ടാരം പരം സ്മരേ യേന പ്രസുപ്തഃ പുരുഷസ്മാവം വേദാത്മനസ്തദാ സുഖം ച നിർഗുണം ബ്രഹ്മതമാത്മാനമവേഹിമ ഭയം സ്മരതർക്കം സപ്രസ്വാപപ്രതിബോധയോഃ അന്യേതി വ്യതിരിച്യേത തജ്ഞാനം ബ്രഹ്മതൽപരം യദേതൽ വിസ്മൃതം പുംസോമദ്ഭാവം ഭിന്നമാത്മന തതഃ സംസാരേ തസ്യ ദേഹാദ്ദേഹോ ഹൃദയർമൃതി ബദ്ധേഹമാനുഷീം യോനിം ജ്ഞാനവിജ്ഞാനസംഭവാം ആത്മാനം യോ ന ബുദ്ധ്യേതമക്വചിച്ഛമവാപ്നുയാത് സ്മൃത്വേഹായാം പരിക്ലേശം തതഃ ഫലവിപര്യം അഭയം ചാപ്യനീഹായാം സങ്കൽപ്പാദ്വിരമേത് കവി സുഖായ ദുഃഖമോക്ഷായ കുർവാതേ ദമ്പതി ക്രിയാഃ തതോ നിവൃത്തിരപ്രാപ്തിർദുഃഖസ്യ ദുഃഖസ്യ ച ഏവം വിപര്യം ബുദ്ധ്വാ നൃണാം വിജ്ഞാഭിമാനിനാം ആത്മനസ്യ ഗതിം സൂക്ഷ്മാം സ്ഥാനത്രയ വിലക്ഷണാം ദൃഷ്ടശ്രുതാഭിർമാത്രാഭിർമുഖതസ്വൈരതേജസാ ജ്ഞാനവിജ്ഞാനസന്തുഷ്ടോ മദ്ഭക്ത പുരുഷോ ഭവേൽ ഏതാവാനേവം ചേത് യോഗനൈപുണബുദ്ധിഭിः സ്വാർത്ഥസ്വർവാത്മനാ ജ്ഞേയോ യൽപരാത്മനൈകദർശനം ത്വമേതശ്രദ്ധയാനാചന്ന പ്രമത്തോ വചോമ ജ്ഞാനവിജ്ഞാനസമ്പന്നോ ധാരയന്നാശസിദ്ധ്യസി ശ്രീശുക ഉവാച ആശ്വാസ്യ ഭഗവാനിത്ഥം ചിത്രകേതും ജഗദ്ഗുരോ പശ്യതസ്തസ്യ വിശ്വാത്മാ തസ്യാന്തർദധേ ഹരി ശ്രീകൃഷ്ണാർപ്പണമസ്തു ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ഷഷ്ഠസ്കന്ധേ ചിത്രകേതോഃ പരമാത്മദർശനം നാമ ഷോഡശോऽധ്യായः സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ മാമുഖം ഗ്രാമ്യഗീതൈ ഏത് ശാസ്ത്രവും ദുരുപയോഗം ചെയ്യല് അത് ഈ മായയില് പെട്ടിട്ടുള്ളവരുടെ രീതിയാണ്. സംഗീതം എന്ന് പറയുന്നത് ഏറ്റവും പരിശുദ്ധമായതാണ്. സകല ശാസ്ത്രം, സാഹിത്യവും സംഗീതവും സരസ്വതീ ദേവിയുടെ സ്ഥലങ്ങളാണല്ലോ, സ്തന്യമാണ്. ഒരു സ്തന്യം സാഹിത്യം ചുരക്കുണ്ടെങ്കിൽ മറ്റേ സ്ഥലം സംഗീതം. സംഗീതമപി സാഹിത്യം സരസ്വത്യാ സ്തനദ്വയം ഏകമാപാദമധികമന്യതാലോചനാമൃതമാണ്. അപ്പൊ ആ സംഗീതം വേണ്ടുപോലെ കൈകാര്യം ചെയ്യുന്നവർ
അത് ഗ്രാമ്യ ഗീതങ്ങളിലൂടെ ഒരിക്കലും അതിനെ വ്യഭിചരിക്കരുത് എന്നാണ്. സംഗീതം വളരെ ശുദ്ധമായിട്ട് സഞ്ചരിക്കേണ്ടതാണ്. കാരണം വളരെ ശുദ്ധമായ ശാസ്ത്രം. അതാണ് വിദ്യാധരനായി മാറിയിട്ട് ചിത്രകേതു ചെയ്തത്. ഒട്ടും വ്യഭിചരിക്കാതെ ആ സംഗീതത്തെ തവ സുന്ദരീഭി സംഗാതിനേകരഹിതോ ലളിതഞ്ചാര തവ ഗുണഗണ ഗായൻ, ഭഗവാന്റെ ഗുണഗണങ്ങളെ മാത്രം പാടി പുകഴ്ത്തിക്കൊണ്ട് അതിസുന്ദരികളായ ഗന്ധർവ സ്ത്രീകളോടൊത്ത് പോയി സഞ്ചരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒട്ടും ചിന്തകള് ഈശ്വരനെ കുറിച്ച് അല്ലാതെ ഉണ്ടായിരുന്നില്ല എന്നാണ്. അത്ര ദൃഢമായിട്ട് മനസ്സിനെ ഏകാഗ്രമാക്കി ഭഗവത് അർപ്പണമായി സംഗീതവും മുഴുക്കിക്കൊണ്ട് ലോകം മുഴുവൻ സഞ്ചരിച്ച് നടന്നു ചിത്രകേതു വിദ്യാധരനായിട്ട്. അങ്ങനെ ലോകാലോകങ്ങൾ മുഴുവൻ ചുറ്റി നടക്കുന്നതിന്റെ ഇടയിൽ ഒരിക്കൽ കൈലാസത്തിൽ വന്നപ്പോൾ ഒരു അബദ്ധം പറ്റിയ കഥയാണ് അടുത്ത അധ്യായത്തിൽ പറയുന്നത്. കൈലാസത്തിൽ വന്ന് ആ ആകാശത്തു കൂടെ വിമാനത്തിൽ ഇങ്ങനെ പാടി പോകുമ്പോഴാണ് ചോട്ടിലേക്ക് നോക്കിയപ്പോ മഹാദേവൻ തന്റെ മടിയിൽ പാർവതീ ദേവിയെ വെച്ചിട്ട് മുമ്പിൽ കുറെ ബ്രഹ്മോപദേശം കൊടുക്കാൻ വേണ്ടിയിട്ട് ഋഷിവര്യന്മാരെ മുമ്പിൽ ഇരിക്കുന്നു. മഹാദേവൻ അവർക്ക് ബ്രഹ്മോപദേശം കൊടുക്കുമ്പോ പാർവതീ ദേവി എന്തിനാ ഈ മടിയിൽ വെക്കണം? ഓ പ്രാകൃതോ യഥാ, പ്രാകൃതന്മാരെ പോലെ എന്താ ഈ മഹാദേവൻ നടക്കുന്നത് എന്ന് അവിടുന്ന് ഉറക്കെന്ന് മനസ്സിൽ തോന്നി അത് പറയുകയും ചെയ്തു. അത് കേട്ടപ്പോ പാർവതീ ദേവിക്ക് ഒന്നും ചൂണ്ടി. പാർവതീ ദേവി അപ്പൊ തന്നെ ശപിച്ചു. ഇങ്ങനെ മഹാദേവന്റെ വൈഭവം അറിയാത്ത നീ ഒരു അസുരനായി പോട്ടെ എന്ന് പാർവതീ ദേവി മഹാദേവന്റെ വടിയിലിരുന്നിട്ട് തന്നെ ശപിച്ചു. ശാപവാക്കുകൾ വരുന്ന ചെവിയിൽ കേട്ടപ്പോ ശാപവും അനുഗ്രഹമൊക്കെ ഒരേപോലെ സ്വീകരിക്കാൻ കഴിവുള്ള അവനായിട്ടുണ്ട് ചിത്രകേതു ആ സമയത്ത്. അങ്ങനെ ആ വിദ്യാധരനായിട്ടുള്ള ചിത്രകേതു അവിടുന്ന് വേഗം വിമാനം താഴത്തേക്ക് ഇറക്കി. എന്നിട്ട് നേരെ ആ വിമാനത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് വേഗം പാർവതി പരമേശ്വരന്മാരെയും ആ ബ്രഹ്മ ഉപദേശം സ്വീകരിക്കാതിരിക്കുന്ന ഋഷിവര്യന്മാരെയും ഒക്കെ എല്ലാവരെയും കൂടി പ്രദക്ഷിണം വെച്ച് പാർവതി ദേവിയുടെ കാൽക്കൽ കണ്ട് വീണ് നമസ്കരിച്ച് തൊഴുതു നിന്ന് അമ്മയുടെ ആ ശാപം ഞാൻ സന്തോഷത്തോട് സ്വീകരിക്കുന്നു, എന്നെ അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് തിരിഞ്ഞുപോയി എന്നാണ്. പുഞ്ചിരിച്ചുകൊണ്ട് തിരിച്ചു പോയപ്പോ പാർവതി ചോദിച്ചു മഹാദേവനോട്, ഇതെന്താ സാധനം? ശാപമോക്ഷത്തിന് അവ ഇവിടെ ഇറങ്ങി വരണതെന്നാ ഞാൻ വിചാരിച്ച് ശാപമോക്ഷം ചോദിക്കാം. ഇത് നോക്കുമ്പോ ശാപമോക്ഷമല്ല, ആ അഞ്ജലി നോക്കിക്കൊണ്ട് ശാപം ഞാൻ സ്വീകരിക്കുകയാണ്, അമ്മ എന്നെ അനുഗ്രഹിക്കണേന്ന് പറഞ്ഞപ്പോ ഞാൻ തന്നെ ഒന്ന് പരിഭ്രമിച്ചു എന്നാ പാർവതി പറയുന്നത്. എന്താ ഇത്ര ഒരു നിസ്സംഗത? ശാപം കിട്ടിയിട്ടും ഒരു മനസ്സിനൊരു ചാഞ്ചല്യം ഇല്ലല്ലോ, ആരാ ഇയാള് എന്ന് ചോദിച്ചപ്പോ മഹാദേവൻ പറഞ്ഞു കൊടുക്കുന്നു, വിഷ്ണു ഭക്തന്മാര്. ഞാൻ എപ്പോഴും രാമനാമം ഇരുന്ന് ജപിക്കണത് എന്താന്ന് ദേവിക്ക് അറിയാമെന്ന് നടിക്കാറുണ്ടല്ലോ, ശരിക്കും അറിയോ? അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചോദ്യം ചോദിക്കില്ല. സഹസ്രനാമ തത്തുല്യം രാമനാമ വരാനനെ എന്ന് ഞാൻ എത്ര പറഞ്ഞിട്ടുണ്ട് ദേവിയോട്. രാമനാമത്തിന്റെ വൈഭവം, എന്റെ ഭഗവാന്റെ ഭക്തന്മാരുടെ വൈഭവം അത്ര വലുതാണ്, വിഷ്ണു ഭക്തന്മാരുടെ വലിപ്പം അത്ര വലുതാണെന്ന് മഹാദേവൻ പാർവതിയെ ബോധ്യപ്പെടുത്തി കൊടുത്തു. വിഷ്ണു ഭക്തിയുടെ മഹത്വം ദേവീഭാഗവത്തിലുണ്ട്. തുളസീദേവിയോട് സാക്ഷാൽ വിഷ്ണു ഭഗവാൻ തന്നെ വിഷ്ണു ഭക്തിയുടെ മഹത്വം പറയേണ്ട 20 ശ്ലോകത്തിൽ. വിഷ്ണു ഭക്തന്മാരെ കാണേ തൊടേ ചെയ്താൽ മതി, സകല പാപങ്ങളും പോകുന്നു, പിന്നെ നരകങ്ങളിലേക്ക് പോവുകയോ വേണ്ടിയില്ല എന്ന് പറഞ്ഞിട്ട് പാപങ്ങളുടെ ഒരു ലിസ്റ്റാണ് ഓരോ ശ്ലോകത്തിലും പറയുന്നത്. അതാണ് വിഷ്ണുഭക്തന്മാരുടെ മഹത്വം. വിഷ്ണുഭക്തന്മാരുടെ മഹത്വം പറയാത്ത സ്ഥലങ്ങളിലില്ല. ത്രിമൂർത്തികളിന് ശ്രേഷ്ഠൻ വിഷ്ണുവാണെന്ന് ത്രിമൂർത്തികളിൽ ഓരോരുത്തരും അത് ഉറപ്പിക്കുന്നതാണ്. മഹാദേവനും അതുപോലെ ബ്രഹ്മാവിനും അതിലൊരു സംശയമില്ലാന്ന്. അതാണ് വിഷ്ണു. ആ വിഷ്ണുവിന്റെ ഭക്തന്മാരുടെ നിസ്സംഗത, വിഷ്ണു ഭക്തന്മാരുടെ കേമത്തതാണ്. അവര് ദുഃഖവും സുഖവും ഒരുപോലെ സ്വീകരിക്കുന്നവരാണ്. അതാണ് ഇവിടെ കണ്ടത്. പാർവതിയോട് പറഞ്ഞപ്പോ ആ പാർവതിക്ക് തന്നെ അത്ഭുതമായി. അങ്ങനെ ആ ശാപം സ്വീകരിച്ചിട്ടാണ് അവിടുന്ന് അങ്ങനെ വിമാനത്തിൽ കയറി വിദ്യാധരൻ പാട്ടും പാടി പോകുമ്പോ നേരെ ഇങ്ങോട്ട് അധപ്പതിച്ചു. ആ ശാപം വന്ന് ഭവിച്ചു. അങ്ങനെയാണ് ത്വഷ്ടാവിന്റെ യാഗാഗ്നിയിലേക്ക് അങ്ങോട്ട് എണ്ണിച്ചാടി അവിടുന്ന് ദേവതാസുരനായിട്ട് അങ്ങോട്ട് ശരീരം എടുത്ത് പൊന്തി വന്നത്.
ഈ ചിത്രകേതുവാണ് എന്ന് പറഞ്ഞിട്ടാണ് ബ്രഹ്മർഷി ആ പ്രകരണം അടുത്ത അധ്യായത്തിലായിട്ട് ചേർക്കുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ സപ്തദശോऽധ്യായ. ശ്രീശുക ഉവാച യതശ്ചാന്ദ്രഹിതോ അനന്തസ്തസ്യൈ കൃത്വാതിശേ നമഃ വിദ്യാധരശ്ചിത്രയതശ്ചാരകവിനേചര സലക്ഷം ഋഷലക്ഷാണമദ്യാഹതവലേന്ദ്രിയ സ്തൂയമാനോ മഹായോഗി വിനിഭിസിദ്ധചാരണൈഃ കുലാചലേന്ദ്രദ്രോണേഷു നാനാസങ്കല്പസിദ്ധിഷു തേനേ വിദ്യാധരസ്ത്രീഭിർഗാവേന ഹരിവീശ്വരം ഏകദാസവിമാനേന വിഷ്ണുദത്തേന ഭാസ്വത ഗിരിചന്ദ്രജയഗച്ഛൻ പരീതം സിദ്ധചാരണൈഃ ആലിംഗ്യാംഗീകൃതാം ദേവീം ബാഹുനാമനി സംസതി ഉവാച ദേവ്യാः ശൃണ്വത്യാ ജഹാസോച്ചൈസ്തദന്തികേ. ചിത്രകേതുരുവാച ഏഷോഗൗരഃ സാക്ഷാത് ധർമ്മം വക്രതാശരീരിണാം ആസ്തേ മുഖ്യസഭായാമേ വിഘ്നീഭൂയ ഭാര്യ ജടാധരസ്തേ പ്രതപാ ബ്രഹ്മവാദിസഭാപതി അംഗീകൃത്യ സ്ത്രിയം ചാസ്തേ ഗതഹരൈഃ പ്രാകൃതോ യഥാ പ്രായശഃ പ്രാകൃതാശ്ചാപി സ്ത്രിയം രഹസി വിഭ്രതി അയം മഹാവ്രതധരോ വിഭർത്തി സദസി ശ്രുതിയം. ശ്രീശുക ഉവാച ഭഗവാൻ വിദശ്രുത്വാ പ്രഹസ്യ ആഗാധധീർനൃപ തൂഷ്ണീം ബഭൂവ സദസി സഭ്യാസുതനുവ്രതാഃ ഇത്യദീർഘവിദുഷിദ്രുവാണേ ബഹ്വശോഭനം തുഷാഹ ദേവീ ദൃഷ്ടായ നിർജിതാത്മാഭിമാനിനെ. പാർവത്യുവാച അയം കിമധുനാ ലോകേ ശാസ്താധണ്ഡധര പ്രഭോ അസ്മദ്വിധാനാം ദുഷ്ടാനാം നിർലജ്ജാനാം ച വിപ്രകൾ ന വേദധർമ്മം കില പത്നയോ നിർണബ്രഹ്മപുത്രാ ഭൃഗുനാരദാദ്യാഃ അവൈ കുമാരഃ കപിലോ മനുശ്ച യേനോദിഷേധന്ത്യതിവർത്തിനം ഹരം. യേഷാമനുദ്ധേപദാബ്ജേഗ്മം ജഗദ്ഗുരും മംഗളമംഗളം സ്വയം യഃ ചക്രബന്ധഃ പരിഭൂയ സൂരീൻ പ്രശാസ്തി ധൃഷ്ടസ്തദയം ഹി ദണ്ഡ യഃ ചക്രബന്ധഃ പരിഭൂയ സൂരീൻ പ്രശാസ്തി ധൃഷ്ടസ്തദയം ഹി ദണ്ഡ്യ നായമർഹതി വൈകുണ്ഠപാദമൂലോപസർപ്പണം സംഭാവിതമതിസ്തബ്ധസ്സാദഭിः പര്യുപാസിതം അതഃ പാപീയസീന്യോനിമാസുകിന്യാഹി ദുർമതേ യഥേഹ ഭൂയോ മഹതാം ന കർത്താപുത്രകിൽബിഷം. ശ്രീശുക ഉവാച ഏവം ശപഥസ്യ ചിത്രകേതുർവിമാനാദവലോഭ്യസ പ്രസാദയാമാസ സതീം മൂർധ്നാദം മറേണ ഭാരത. ചിത്രകേതുരുവാച പ്രതിഗൃഹാമി ദേശാപമാത്മനോ അഞ്ജലിനാംബികേ ദേവൈർമർത്യായിൽ പ്രോക്തം പൂർവദിഷ്ടം हि തസ്യതൽ സംസാരചക്ര ഏതസ്മിൻ ജന്തുരജ്ഞാനമോഹിത ഭാമ്യൻ സുഖം ച ദുഃഖം ച ഭുങ്ക്തേ സർവത്ര സർവദാ നൈവാത്മാനപരശ്ചാപി കർത്താസ്യാൻ സുഖദുഃഖയോഃ കർത്താരം മന്യതേ അപ്രാജ്ഞാത്മാനം പരമേവ ച ഗുണപ്രവാഹ ഏതസ്മിൻ കശ്ശാപഃ കോऽന്യനുഗ്രഹഃ കസ്വർഗനരകഃ കോ വാ കിം സുഖം ദുഃഖമേവ വാ ഏകസ്യതി ഭൂതാനി ഭഗവാനാത്മമായയാ യേഷാം ബന്ധം ച മോക്ഷം ച സുഖം ദുഃഖം ച നിഷ്കള ന തസ്യ കശ്ചിത് ദൈതഃ പ്രദീപോ ന ജ്ഞാതി ബന്ധുർന പരോ ന ജസ്വ സമസ്ത സർവത്ര നിരഞ്ജനസ്യ സുഖേന രാഗഃ കൃതൈവ രോഷ തഥാവിദച്ഛക്തി വിസർഗ യേഷാം സുഖായ ദുഃഖായ ഹിതാഹിതായ ഗന്ധായ മോക്ഷായ ച മൃത്യുജന്മനോഃ ശരീരിണാം സംസൃതയേ കൽപ്പതേ അഥ പ്രസാദേന ത്വാം ശാപമോക്ഷായ ഭാമിനി യന്മന്യസേ അസാധുകൃതം മമ തരുക്ഷമ്യതാം സതി. ശ്രീശുക ഉവാച ഇതി പ്രസാദ്യ ഗിരിശൗ ചിത്രകേതുരരിന്ദമ ജഗാമസു വിമാനേന പശ്യതോഃ സ്മൈതോസ്തയോഃ തതസ്തു ഭഗവാൻ രുദ്രരുദ്രാണീമിദമബ്രവീത് ദേവഋഷിദൈത്യസിദ്ധാനാം പാർഷദാനാം ച ശൃണ്വതാം. ശ്രീരുദ്ര ഉവാച ദൃഷ്ടവത്യസി ശുശ്രോണി ഹരേരുദ്ഭുതകർമ്മണ മാഹാത്മ്യം ഭൃത്യഭൃത്യാനാം നിസ്പൃഹാണാം മഹാത്മനാം നാരായണപരാः സർവേ ന കുതശ്ചന വിഭ്യതി സ്വർഗാപവർഗനരകേഷു തുല്യാർത്ഥദർശിന ദേഹിനാം ദേഹസംയോഗാത് ദ്വന്ദ്വാനീശ്വരലീലയാ സുഖം ദുഃഖം മൃഗർജന്മശാപോനുഗ്രഹ ഏവ ച അവ്വേകകൃതഃ ഹംസോ ഹി അർത്ഥഭേദൈവാത്മനി ഗുണദോഷവികൽപസ്യ ഭിദേവ സ്രജിവൽകൃത വാസുദേവേ ഭഗവതി ഭക്തിമുദ്വഹതാം നൃണാം ജ്ഞാനവൈരാഗ്യവീര്യാണാം നേഹകസ്യപാശ്രയ നാഹം വിരിഞ്ജോ ന കുമാരനാരദോ ന ബ്രഹ്മപുത്രാമണിയസ്യദേശാഃ വിദാമിയസ്യേഹിതമംശകാംശക ന തൽസ്വരൂപം പൃഥഗീജമാനിന നഹ്യസ്യാസ്ത്രിയഃ കസ്യന്നാപ്രിയസ്വഃ പരോവിവ ആത്മത്വാൽ സർവഭൂതാനാം സർവഭൂതപ്രിയോ ഹരി തസ്യ ചായം മഹാഭാഗചിത്രകേതുഃ പ്രിയോനുഗഃ സർവത്ര സമദക്ഷാന്തോ ഹ്യഹം ദൈവാച്യുതപ്രിയ തസ്മാൻ നിസ്മയഃ കാര്യഃ പുരുഷേഷു മഹാത്മസു മഹാപുരുഷഭക്തേഷു ശാന്തേഷു സമദവിശുഷു. ശ്രീശുക ഉവാച ഇതി ശ്രുത്വാ ഭഗവതഃ ശിവസ്യോമാഭിഭാഷിതം ബഭൂവ ശാന്തധീരാജന്തീതി വിഗതവിസ്മയ ഇതി ഭാഗവതോ ദീന്യാഃ പ്രതിഹർത്തുമനന്തമഃ മൂർധനാ സഞ്ജഗൃഹേ ശാപമേതാവൽ സാധുലക്ഷണം ജജ്ഞേത്വഷ്ടദക്ഷിണാഗ്നൂദാനദീന്യോനിമാശ്രിത വൃത്ര ഇത്യഭിവിഖ്യാതോ ജ്ഞാനവിജ്ഞാനസംയുത ഏതത്തെ സർവമാഖ്യാതിനാം ത്വം പരിപൃച്ഛതി വൃത്രസ്യ അസുരജാതേശ്ച കാരണം ഭഗവന്മതേഃ ഇതിഹാസമിമം
പുണ്യം ചിത്രകേതുർമഹാത്മന മാഹാത്മ്യം വിഷ്ണുഭക്താനാം ശ്രുത്വാ ബന്ധാകവിമുച്യത്തെ ഏതൽപ്രാതിരുദ്ധായ ശ്രദ്ധയാ വാക്യതഃ പഠേത് ഇതിഹാസം ഹരിം സ്മൃത്വാ സയാതി പരമാം ഗതിം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ഷഷ്ഠസ്കന്ധേ ചിത്രകേതുശാപോ നാമ സപ്തദശോऽധ്യായः. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. പ്രചേതസ്സുകളുടെ പുത്രനായിട്ടുള്ള ദക്ഷൻ 60 കന്യകമാർക്ക് ജന്മം കൊടുത്തു. അവരെ വിവാഹം കഴിച്ചു. പലരും അതിലെ 13 പേരെ കശ്യപൻ വിവാഹം കഴിച്ച് അതിലുണ്ടായിട്ടുള്ള കുട്ടികൾ പരസ്പരം തമ്മിൽ തല്ലി. അതിൽ അതിഥിയുടെയും ദിതിയുടെയും കുട്ടികളാണ് വളരെയധികം തമ്മിൽ തല്ലിയതൊക്കെ നേരത്തെ പറഞ്ഞു. അങ്ങനെ അവര് തമ്മിൽ വിവാഹം നടന്നത് തൊഷ്ടാവും രജനിയും തമ്മിലുള്ള വിവാഹം നടന്നുകൊണ്ട് ആ വംശമൊക്കെ അങ്ങനെ പറയുമ്പോൾ അതിന്റെ ഇടയിലാണ് ഈ വിശ്വരൂപനെ ദേവന്മാര് ഗുരുനാഥനായി വായിച്ചു എന്ന് പറഞ്ഞപ്പോഴാണ് അവിടുന്ന് ആ കഥ ഇവിടെ പറഞ്ഞു പോകുന്നത്. അടുത്ത അധ്യായത്തില് ആ വംശം ദിതിയുടെ വംശം കൂടി ഇനി പറയാറുള്ളൂ. അതിഥിയുടെയും ധനുവിന്റെയും കാഷ്ടയുടെയും ഒക്കെ വംശമൊക്കെ പറഞ്ഞു. ആ 13 പത്നിമാരിലെ 12 ആളിനെയും പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ദിതിയുടെ വംശം പറയാൻ തുടങ്ങിയപ്പോഴാണ് രചനയെ തൊട്ടാൽ വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ ഇനി ആ ദിതിക്ക് ഉണ്ടായിട്ടുള്ള വംശം കൂടിയേ പറയാവുള്ളൂ. ആ 60 കന്യകമാരില് ദിതിയുടെയും കൂടി ഇനി പറയാവുള്ളൂ എന്ന് പറഞ്ഞ് ദിതിയുടെ വംശം വർണ്ണിക്കുകയാണ് അടുത്ത അധ്യായത്തില്. ദിതിക്ക് കുട്ടികള് ഉണ്ടായി. അപ്പൊ ഈ ദേവാസുര യുദ്ധത്തിൽ എപ്പോഴും ദിതിയുടെ കുട്ടികളെ തോൽക്കുന്നതായിട്ട് കണ്ടപ്പോൾ ദിതിക്ക് വല്ലാത്ത സങ്കടം തോന്നി. അങ്ങനെ ദിതി തന്റെ ഭർത്താവായിട്ടുള്ള കശ്യപനെ സന്തോഷിപ്പിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അനവധി കാലം തന്റെ ഭർത്താവിനെ ശുശ്രൂഷിക്കുന്നതിൽ മുഖ്യമായിട്ട് നിന്ന് കേമായിട്ട് ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നു എന്നാണ്. അങ്ങനെ കശ്യപന് ഒരു ദിവസം വളരെയധികം സന്തോഷം തോന്നി. ദിതിയോട് എന്ത് വരം വേണമെങ്കിലും ചോദിച്ചോളൂ, നിന്നോട് ഞാൻ വളരെയധികം പ്രസാദിച്ചിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ ആ തക്കം നോക്കി ഇതിനു വേണ്ടിയിട്ട് തന്നെ ഈ ഉപാസിച്ചതൊക്കെ ഇത്ര നേരം ഭർത്താവിനെ ശുശ്രൂഷിച്ചിട്ട് ഈ ഒരു വരം അദ്ദേഹം തരാൻ വേണ്ടിയിട്ടുണ്ട്. വരം അദ്ദേഹം സന്തോഷിച്ചിരിക്കുന്ന സമയത്ത് ചോദിക്കണം, അല്ലാണ്ടൊന്നും തരില്ല തനിക്ക് ഉള്ളിൽ തോന്നുന്നത്. തനിക്കെന്തായി ഇന്ദ്രനെ കൊല്ലാനുള്ള ഒരു പുത്രൻ വേണം, അതാണ് മോഹം. എപ്പോഴും ഇന്ദ്രനാണ് ചാടി മറിഞ്ഞ് ജയിക്കുന്നത്. തന്റെ കുട്ടികളൊക്കെ അങ്ങനെ അധപ്പതിച്ചു പോവുക. ഇന്ദ്രനെ ചാടി മറിഞ്ഞ് ജയം അവസാനം ഇന്ദ്രനായി തീരും. അതിനൊക്കെ അസൂയായിട്ട് ഇന്ദ്രനെ കൊല്ലാനുള്ള ഒരു പുത്രൻ തനിക്ക് ജനിക്കണം, അതാണ് ആവശ്യം. അതങ്ങോട്ട് പറയലും കശ്യപൻ തലയിൽ കൈ വെച്ചു. വലിയ അബദ്ധം. ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യാം? ഇവളുടെ ഹൃദയത്തിന്റെ ഉള്ളിലുള്ള ഈ വികാരം ഞാൻ അറിഞ്ഞില്ല. അവളോട് വരം തരാൻ വരവൻ ചോദിച്ചോളൂ എന്ന് പറയും ചെയ്തു. ഇനി കൊടുക്കാതിരിക്കാനായിട്ട് പറ്റൂല. വല്ലാത്ത ധർമ്മസങ്കടമായി കശ്യപൻ. ഒടുക്കം ഒരേ ഒരു വഴിയുള്ളൂ, അതികഠിന വ്രതം പറഞ്ഞു കൊടുക്കുക. ആ വ്രതത്തിനൊടുവില് ആ വ്രതം നേരെ അനുഷ്ഠിച്ചു വെച്ചാൽ നിനക്കുണ്ടാവുമെന്ന് പറയാം. അതിനുള്ള ധർമ്മമുണ്ട്. അപ്പൊ അങ്ങനെ ഒരു കൊല്ലക്കാലം അനുഷ്ഠിക്കേണ്ട വ്രതം പുംസവനം എന്ന വ്രതം അതങ്ങനെ അതികഠിനമായിട്ട് അനുഷ്ഠിക്കുമെന്ന് പറഞ്ഞതാണ്. അതെങ്ങനെയൊക്കെയാണുള്ളത് പിന്നത്തെ അധ്യായത്തിൽ. അടുത്ത അധ്യായത്തിൽ ഈ കഥ പറഞ്ഞു. മരുതുൽപ്പത്തി കഥയാണ് പറയുന്നത്. ഈ പുംസവനം എന്ന വ്രതം അനുഷ്ഠിച്ച് കശ്യപൻ പറഞ്ഞു കൊടുത്തത് അതുപോലെ അനുഷ്ഠിക്കാൻ തയ്യാറായി എന്നാണ് ദിതി. ഒരു വർഷക്കാലല്ലേ അനുഷ്ഠിക്കണ്ടു എന്നാണ് ചോദിച്ചത്. അതിനെ ഉറപ്പിച്ചുകൊണ്ട് വ്രതം തുടങ്ങി. അതികഠിന വ്രതം പലതുണ്ട്, അതൊക്കെ പറയുന്ന അടുത്ത അധ്യായത്തിൽ. അങ്ങനെ ആ വ്രതത്തിന് ഭംഗമില്ലാണ്ട് അങ്ങനെ നീണ്ടുപോകും. മാസങ്ങൾ കഴിയാൻ തുടങ്ങി. അപ്പോഴേക്ക് ഇന്ദ്രൻ ഈ കേട്ടറിഞ്ഞു തന്നെ കൊല്ലാനുള്ള പുത്രൻ ദിതിയുടെ ഗർഭത്തിൽ വളരണ്ടെന്ന്. അപ്പോഴേക്കും ഗർഭിണിയായി. ആ ഗർഭം അങ്ങനെ ശുദ്ധമായിട്ട് വളരണം. ഈ വ്രതഭംഗം വന്നാൽ ഗർഭം മനസ്സെന്നാണ് പറഞ്ഞത്. ഇന്ദ്രന് പേടിയായി. ഇനി ഇന്ദ്രനെ ഉണ്ടാവേണ്ട വിചാരിക്കാണ്ട് നിശ്ചയില്ലാണ്ട് വന്ന് ബ്രാഹ്മണകുമാരന്റെ വേഷത്തിൽ വന്ന് ദിതിദേവിയെ പരിചരിക്കാൻ തുടങ്ങിയതാണ്. അങ്ങനെ ദിതിദേവിക്ക് സന്തോഷമായി. പൂജയ്ക്കൊക്കെ ഒരുക്കി തരാൻ ഒരു ബ്രാഹ്മണകുമാരൻ വന്നു. സന്തോഷമായി. അങ്ങനെ രണ്ടാളും പൂജയൊക്കെ കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കുന്നത് രണ്ടാണെന്ന് മാത്രമേ ഉള്ളൂ. ഇന്ദ്രനാണെന്ന് അറിയാണ്ടാണ് ഈ ഉണ്ണിയെ ഒപ്പം കൂട്ടിയിരുന്ന ദിതിദേവി. ഇന്ദ്രനാണെങ്കിൽ അറിയാം ഈ ഗർഭത്തെ എങ്ങനെ നശിപ്പിക്കാൻ പറ്റാന്ന് നോക്കണം. പൂജയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനോട് പ്രാർത്ഥിക്കും,
എന്നെ കൊല്ലാനുള്ള ഈ ഉണ്ണി ഈ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് അലസി പോണേന്ന് ഇന്ദ്രൻ പ്രാർത്ഥിക്കും. ഇന്ദ്രനെ കൊല്ലാനുള്ള ഉണ്ണി ഒരു കുഴപ്പമില്ലാണ്ട് എന്റെ ഗർഭത്തിൽ വളർന്ന് വലുതായി പ്രസവിക്കണേ ഞാൻ എന്ന് ദിതിയും പ്രാർത്ഥിക്കും. ഒരേ ഒരാളോട്, സാക്ഷാൽ വിഷ്ണു ഭഗവാനോട് പ്രാർത്ഥിക്കുക. ഈ പ്രാർത്ഥന കേട്ട് ഭഗവാൻ തന്നെ എന്താ നിശ്ചയിക്കാണ്ടേ പോകുന്നതാണ്. കർത്തും അകർത്തും അന്യഥാകർത്തും ആയിട്ടുള്ള ഭഗവാൻ ഇതൊന്നും ഒരു പ്രശ്നമില്ല. ഇങ്ങനെ ഭഗവാനെ ഭജിച്ചാൽ ഹൃദയത്തിലുള്ള ക്രോധഭാവവും എല്ലാ ദുശ്ചിന്തകളും പോവുകയും ചെയ്യും. അനന്തസേവാദി നികൃന്തതിദ്വയും വാസനാബലം പോലും നശിക്കുന്നതാണ്. എന്ത് വാസനയാണെങ്കിലും കർമ്മവാസനകളെ പോലും നശിപ്പിക്കുന്ന ഭഗവത് ആരാധന അതിന്റെ മഹത്വം കൊണ്ട് വേണ്ട തന്നെ ഉണ്ടായുള്ളൂ എന്നാണ്. അങ്ങനെ വ്രതം പൂർത്തിയാവാറായി, 10 മാസം തികയാറായി. ഇനി എപ്പോ വേണമെങ്കിൽ പ്രസവിക്കാനായപ്പോഴേക്കും ഇന്ദ്രന് പേടിച്ചു പറക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം പകല് ദിതിദേവി ഒന്ന് കൈ പിന്നിൽ കുത്തിയിട്ട് ഒന്ന് ഉറക്കം തോന്നിയതാണ്. ആ സമയത്ത് ഇന്ദ്രൻ വജ്രായുധെടുത്ത് രൂപം മാറി ഗർഭത്തിലേക്ക് അങ്ങോട്ട് കടന്ന് തലങ്ങും വിലങ്ങോട് വെട്ടിയെന്നാണ് ഗർഭത്തെ ശിശുവിനെ. നോക്കുമ്പോ 7 കഷ്ണമായിരുന്നു. 7 കഷ്ണമായിട്ട് കണ്ണു തുറന്ന് നോക്കുമ്പോ ഒരു തേജസ്. ആ 7 കഷ്ണത്തിനും തല വരണു, കൈ വരണു, കാല് വരണു. അങ്ങനെ 7 ആളായി. ഒരാളായിരുന്നത് ഇപ്പൊ 7 ആളായി. 7 ആളും കൂടി പുഞ്ചിരിച്ചു നോക്കുമ്പോ അവരുടെ ആ മുഖത്തുനിന്ന് വരുന്ന തേജസ് കണ്ടിട്ട് ഇന്ദ്രൻ പേടിച്ചു. എന്നിട്ട് കണ്ണും ചീമ്പി ആദ്യ വജ്രായുധം കണ്ട് വെട്ടി. അപ്പൊ 49 കഷ്ണമായിരുന്നു. അതിനും ഇങ്ങനെ ഓരോ കഷ്ണത്തിനും ശരീരത്തിന് ശിരസ്സും കാലുകളും കയ്യും ഒക്കെ വന്നു. അവരൊക്കെ കൂടി ചിരിച്ചുകൊണ്ട്, ഏട്ടാ ഞങ്ങളെ കൊല്ലണ്ട, ഞങ്ങൾ ചാവില്ല, അങ്ങയുടെ അന്യന്മാരെ ഞങ്ങള്, ശത്രുക്കളല്ല ഞങ്ങള് എന്ന് പറഞ്ഞപ്പോ സമാധാനായി. അവരും കൂട്ടിക്കൊണ്ട് അങ്ങനെ പുറത്തേക്ക് പോകുന്നതാണ്. നോക്കുമ്പോ ദിതിദേവിക്ക് സന്തോഷമായി. ഒരു ഉണ്ണി ഉണ്ടാവണമെന്ന് വിചാരിച്ചു നോക്കുമ്പോ എണ്ണി തിട്ടപ്പെടുത്തുക പ്രസവിച്ചിട്ടുള്ള ദിതി 1, 2, 3 അങ്ങനെ 49 ആയി. നോക്കുമ്പോ ഒരാൾ വേറെ ഉണ്ടല്ലോ. ഇത് ഇന്ദ്രനാണല്ലോ. ഇന്ദ്ര. അപ്പൊ ഇന്ദ്രൻ പറഞ്ഞു, ഞാൻ തന്നെയാണ്. നീ എങ്ങനെ എന്റെ വയറ്റിന്ന് വന്നതെന്ന് പറഞ്ഞപ്പോഴുള്ള കാര്യം മുഴുവൻ പറഞ്ഞു. ബ്രാഹ്മണകുമാരനായിട്ട് ഞാനാ വന്നത് എന്നുള്ളത് മുഴുവൻ, സത്യം മുഴുവൻ, വള്ളി പുള്ളി വിടാണ്ട മുഴുവൻ പറഞ്ഞപ്പോ ദിതിദേവിക്ക് സന്തോഷമായി. ആ ഇന്ദ്രനോടുള്ള വെറുപ്പ് മുഴുവൻ പോയി. അങ്ങനെ ഇന്ദ്രനെയും അനുഗ്രഹിച്ചു. എന്നിട്ട് ഇവരെയൊക്കെ ഈ കൂട്ടിക്കൊണ്ടുപോകുന്നത് സ്വർഗലോകത്തിലേക്ക് നിന്റെ അന്യന്മാരായിട്ട്. അമ്മ ഇവർക്കൊക്കെ കൂടി പേരിടാ, മരുത്തുക്കളർന്ന് പ്രസിദ്ധാവുന്നവര് എന്ന് പറഞ്ഞ് അമ്മ പേരിട്ടു. ഇന്ദ്രൻ അവരെയൊക്കെ സ്വർഗലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി എന്നുള്ള മരുതുൽപ്പത്തി കഥയാണ് അടുത്ത അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥാഷ്ടാദശോധ്യായ ശ്രീശുകൗവാച. കൃഷ്ണിസ്തു പത്നി ഭഗവതി സാവിത്രീനാഹന്ത്രയീം അഗ്നിഹോത്രം പശും സോമം ചാതുർമാസ്യം മഹാമഹാൻ സിദ്ധിർഭഗസ്യ ഭാര്യാം രാമഹമാനം വിഭും പ്രഭും ആശുഭം ചവരാരോഹാൻ കന്യാം പ്രാസൂതുഭൃത ഖാദുക്കുഹൂസീവാഗീരാകാജാനുമതിസ്തഥാ സായം ദർശനഃ പ്രാത പൂർണ്ണമാസവനക്രമാത് അഗ്നിപുരീഷ്യാനാഭിത്താക്രിയായാം സമനന്തര ദർശനീവരണസ്യാസീദ്യസ്യാം ജാതോ ഭഗവത്പുനഃ വാൽമീകിഷ്ടു മഹായോഗീ വൽമീകാദ ഭഗവത്കിലം അഗസ്തിഷ്ടവസിഷ്ഠമിത്രാവൃണയോ ഋഷി ഏകസ്യഷികുംഭേ ഉർവശ്യാസന്ധൗദ്രം ദേവത്യാമിന്ദ്ര ഉത്സർഗമിഷ്ടം വിഫലം വിഹാൻ ഔലോക്യാമിന്ദ്രാദത്തത്രയും പുത്രാനുശ്വരം തേന്ദ്രംശുഭം കാതാതൃതീയം മേരുസംഗ്രഹം പ്രഭോ കുരുക്രമസ്യ ദേവസ്യ മായാവാമനരൂപിണ കീർത്തോഹോദസ്യാസംസോദരാദയ തത്കർമ്മവീര്യാണി കാശ്യപസ്യ മഹാത്മന പശ്ചാത് വക്ഷ്യാമഹേ നിത്യാമിഹാഭാവതദാര അധകശ്യപദായാദൈതയാനി കീർത്തയാമിരേ യത്ര ഭാഗവതശ്രീമാൻ പ്രഭാതോ പ്രവേദ വിദേവാവേവതായാദോ ഹിരണ്യകശിപൂർണ്ണാമായിരണ്യാക്ഷീർത്തകോ ഹിരണ്യകശിപൂർഭായാദയാധർമാമദാനവീ യം ഭജനയാദുസ്വവേദഗരസ്വരാൻ സംഹാദം പ്രാജനഹ്വാദം പ്രഹ്ലാദമേവ തത്സദാസം ഹിരാനാമാജാഹം വിപ്രകിതോ ഗ്രഹീത് ശിരോഹരസ്യ ഹരിചക്രേണ വിവദോമൃതം സംഹാദസ്യ ഭാര്യാസോദപഞ്ചജനന്തരം പ്രാദസ്യ ധമനിർഭാര്യാസോദവാദാഭിമല്യലം യോഗസ്യായത്വാതിഥയേ തേജേവാദാഭിമല്യലം അനുഭാദസ്യ ഭൂമ്യായാം യോജനസ്തു പ്രാഹാദിദേവ്യാസ്തസ്യാ ഭവദ്ബലി രാമജ്യേഷ്ഠം പുത്രശതവസനായാന്തരോഭവം
तस्यानुभावस्तु स्पष्टादेवाभिरोचते बाणाराधीर्जन्ले वेदोग्रमुखिलां यत्पाश्वे भगवानास्ते सत्याभिपुरबालकान् परिदस्तरिते पुत्राश्चत्वारिंशन्नवाधिकाः तासन्तप्रजा सर्वे नीता इन्द्रेण साधरा राजोवाचा कथं दासुरन्धावनवोषवोत्पत्तिमङ्गलो इन्द्रेण प्राविदा सात्वं किं दत्साधुकृतङ्गुलैः इमे श्रद्धते गृह्णनृषयो पुरुषयो मया सह परिज्ञानाय फलकंस्तमो व्याख्यातुमिति सूतत्वादान् तद्विष्णुराधस्य समादराय निर्वदों सम्यादिकमल्पमर्थवत् सभादेन सन्निहृदयेन चेतसाचकार सत्रायण सर्वदर्शन श्रीशुक उवाच हतपुत्रार्जी चक्रवाक्यग्राहेण विष्णुना मन्युना शोकदीप्तेन ज्वलन्ति वज्रजिन्भये कदाविभागमन्तारम् इन्द्रियारामोल्बलम् अग्निर्हृदयं पावनं खादयित्वा शनेषु कृतविघ्नस्महत्यासीतिशेषाभिवत्सिल भूतधुप्रकृते स्वार्थं किं वेदनयोड आशासानक्षरस्य ध्रुवमुन्नततेजसां मदशोषगेन्द्रस्य भूयाद्येन सुरोहिणे इति भावेन सा भद्राजनारासनप्रियम् शुश्रूषयागेन प्रश्रयेण मेन च हत्याप्रमयाराजन्मलोकनेवल्लुभाचैः मनोजग्राहभावज्ञां सुस्मिताभागवीक्षणैः एवं स्त्रियादिभूतो विद्वानभूतभया आत्मत्यागवीक्षणं न तच्चित्रं हि योजयि विलोके हि कान्तभूतानि भूतान्यादो प्रजापति श्रियं चक्रेश्वरेहार्थं या पुंसाम्परिभृता मतिर्भृता एवं शुश्रूषितस्तादा भगवान् कश्यपस्त्रिया प्रहस्य परमप्रीतो दीतिमाहाभ्यन्तजा कश्यप उवाच परमरेवामूरु प्रीतस्ते हमिन्द्रे स्त्रियाप्रीते काम इहसागमा पतिदेव नारीणां दैवतं परमं स्मृतं मानससर्वभूतानां वासुदेव श्रेयपति स एव देवतालिङ्गेन नामरूपविकल्पनैः विद्यते भगवान् बुद्धिस्त्रीभिश्चोदिरोगः तस्मात् परिप्रदानाय श्रेयस्तामासमध्ये यजन्ते हिरण्यभावेन परिपालनमीश्वरः सोऽहं त्वयार्चितो भद्रे ईर्भावेन भक्तिरान् तत्ते संवादे कामो सतीनां सुदुर्लभं दीदीभूवाचा परतो युगे ब्रह्मन् पुत्रमिन्द्रहरणे अमृत्युमर्दं मृतपुत्राहं येन मेघादिरौषधौ सम्यदद्भुतो विप्रो विमनः अहो धर्मस्तु महालक्ष्मे समुपस्थितात् अहो अद्येन्द्रियारामो योषमय्येवाय गृहीतरीराः पदिश्य नरके ध्रुवं कोदिक्रोणवर्तन्त्या स्वभावमहयोषिता तिङ्नाम्राभं स्वार्थेन हन्तजिनेन्द्रियं शरत्पद्मोत्सवं वर्तमगश्च श्रवणामृतं हृदयं शुभधाराभिप्रीणां गोवेददेष्टिनं न हि कश्चित् प्रियस्त्रीणां यशासोऽशिरात्मनां पतिपुत्रं राजनं वाभ्यां यत्थेघादयं च प्रतिश्रुतं ददामीति वजस्तं नमसा भवेत् कथं मार्गेन्द्रोऽपि तत्रेकल्पते इति सङ्गीतं भगवानादीशकुलिगन्दना पुरातनं जित्कुपितात्मानं जगदेहे कश्यप उवाच पुत्रस्ते भूतादेववान्धवा संवत्सरं मुदमिदं यज्ञं जोधावेशहि इदुवाच धारयिष्येवदं ब्रह्मं ब्रूहि कार्याणि मे यानि देहि सिद्धानि न प्रबन्धान्ति ध्वन्ति यानि तु कश्यप उवाच भूतजातानि न सवेनानृतं वदेन् न छन्द्यामि न स्पृशेद्यदामङ्गलं नास्तु स्मायामरूप्येता न सम्भाषयेद्गुर्गणैः न वसीराधौतवासस्वर्गं च विहृताङ्गुदित् न शिष्टं गण्डिकाण्डं च सामिषं समावृतं कुञ्जीतोत्यादिष्टं विवेदञ्जलिनाथोपा न शिष्टासहस्रलीलासङ्ग्रायामुक्तमध्वजा अनडच्चिदासंहितवान्यासंगीतायमुत्सवेत् नाथौतपादा प्रेता नात्रपाणोदाक्षुदक्षिरा शैर्माम्राह्मणान्वेर्णुनगुणामुगसन्धेयो भौरवासा श्रीकृत्यं सर्वमङ्गलसंयुता पूजय्ये प्रातरासात्मगोविप्रांश्रेवच्चुनं स्त्रियो देवगीश्चार्चेक्षगन्धर्ववन्दनैः पतिम्प्रचार्च्योपतिष्ठेदाध्यानि कोष्ठलवन्दितं सामत्सरं पुंसवनमृतमेतरविपुलं धारयिष्यति चेत् तुभ्यं शब्दः भवतः बाहुमुख्यभिप्रेत्याहादिराजमहामना काश्यपं भगवत्प्रवादत्तावृतं राजोघारसात् मातुष्वसुरभिप्रायं विरात्मयमानदत् शुश्रूषणेन आश्रमस्थां दिलिम्बन्वेदनकवि इत्यम्बनात्समनसत् फलमूलसमिकुशात् पत्रान्तरमृतोश्च काले काल उपाहरत् एवं तस्यावस्थायावच्छिद्रभैरवः प्रेर्षु पतितरिजिह्मो मृगहेवामृगादि नाभ्यगच्छत्तच्छिद्रं तत्परोधो हीवदय चिन्ताहं स्याच्छिन्त्रिः एकदा साधुसन्ध्यायामिच्छिष्टावतकर्षिता अस्पृष्टवादिभौताङ्भिः सुश्वापविमोहिता तद्वादनन्तरं सर्वमिन्द्रावहुतेन सा इदे प्रविष्टोदरं योगेशो योगमायया चकर्तसप्तभागं ब्रह्मज्ञेन कनकप्रभं
വിദന്തം സപ്തൈകൈകന്മാരോ ജീരിതാൻ പുനഃ പേടമോചിപ്പാട്യമാന സർവേ പ്രാന്തരയോ നിർവാൻ മോചിതാം സസ്യമിന്ദ്രാഭ്രാഭ്രാമതികസ്തരാൻ ആഭീഷ്ടഭ്രാതരോ മധ്യം യുഗമിത്യാഹ കൗശിക അനന്യഭാവാൻ പാർശ്വദാനാത്മനോ മരുതാങ്കനാൻ നമ മാരുതേർഗർഭശ്രീനിവാസാനുകമ്പയ ബഹുധാ ഗുരുശക്ഷണോരുണ്യസ്ത്രീണ യഥാഭവാൻ സർവദൃഷ്ട്വാ ആദിപുരുഷം പുരുഷോ യാതി സാമ്യതാൻ സംവത്സരം യദ്ധരിവർച്ചിത സജീന്ദ്രേണ പഞ്ചാസത് ഏവാസ്തേമരിതോഭവം യഭോഭമാദോഷം തേ ഹരിണാ സോമപാസ്ത്രതാ ദിതിരുദ്ധാരേ കുമാരാനലപ്രഭാൻ ഇന്ദ്രേണ സഹിതാൻ ദേവി പരിദുഷ്യരഹിന്ദിത അഭേന്ദ്രമഹപാദാദിത്യാനാം ഭയാവഹം വരത്തെ നിച്ഛിന്നജലം പ്രഥമേരസ്വസ്കരം ഏകസങ്കൽപ്പുരപുത്രസപ്തസപ്താവമുഖം യതിദേവദിനം പുത്രഹത്യംഗധേമാവസ ഇന്ദ്രകുവാച അമ്പദേഹം ദിവസരമുപധാര്യാഗതോഗ്രം പ്രധാനന്തരോച്ഛിതം ഗർഭമർത്ഥബുദ്ധിനസമഭി കൃത്വമേ സപ്തധാ ഗർഭാ സംസപ്തകുമാരകാ ദേവിലൈകൈകസോ സപ്തധാഭിമംഗളേ തലസ്ഥൽപരമാസദ്യം വീക്ഷാധിപതിർമയ ആരുപൂജായ സിദ്ധികാപ്യസംഗിനി ആരാധനം ഭഗവതാനിരാശ ഏതനിച്ഛന്തിപരന്തേ സ്വാർത്ഥൗസലാസ്മൃത ആരാധ്യാത്മപ്രദം ദേവം സ്വാത്മാനം ജഗദീശ്വരം ഗോപ്രണീദേവ ഗുണസ്പർശംഭുഭസ്യാംഗരഗേഭിയത് തദിദം മമ ദൗർജന്യം ബാലഭസ്യമഹീയതി ശ്രീശുഖമുവാച ഇന്ദ്രസ്തയാഭ്യജ്ഞാതശുദ്ധാദുഷ്ടയാ മരുദ്ഭിസ്സഹതാമത്വാചകാമതിം പ്രഭോ ഏവം തേ സർവമാത്മാകം യന്മാം ത്വം പരിപക്ഷതി മംഗളം വരദാം ജന്മാക്കിം ഭൂയ കഥയാമിതേ ശ്രീകൃഷ്ണാഭവസ്തുതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേവാർഭവസ്യരായ ഷഷ്ഠസ്കന്ധേ നാമാഷ്ടാദശോധ്യായ സർവഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ദിദീദേവിക്ക് കശ്യപൻ പറഞ്ഞു കൊടുത്ത പുംസവനം വ്രതം അതെന്താണ്, അത് വിസ്തരിച്ച് അറിയാൻ താല്പര്യം പ്രകടിപ്പിച്ചു പരീക്ഷിച്ചു. അപ്പോൾ വിസ്തരിച്ച അടുത്ത അധ്യായത്തിൽ പുംസവനം മാർഗശീർഷം മാസങ്ങളിൽ വെച്ച് ചൈത്രം, വൈശാഖം, ജ്യേഷ്ഠം, ആഷാഢം, ശ്രാവണം, ഭാദ്രപദം, ആശ്വിനം, കാർത്തിക, മാർഗശീർഷം, പൗഷം, മാഘം, ഫാൽഗുണം ഇങ്ങനെയാണ് സംസ്കൃതത്തിലുള്ള പാരമ്പര്യമായിട്ടുള്ള മാസങ്ങൾ. അതിൽ വൈശാഖമാസം കഴിഞ്ഞിപ്പോൾ ജ്യേഷ്ഠമാസം, ഇനി ആഷാഢമാസത്തില് ചാതുർമാസം ആരംഭിക്കുന്നു. അങ്ങനെ പോയി ഏതാണ്ട് ഡിസംബർ മാസം ഒക്കെ പറഞ്ഞാലല്ലേ നമുക്ക് മനസ്സിലാവുള്ളൂ. ആ ഡിസംബർ മാസം 20-ാം തീയതി ആയിട്ട് ഏകദേശം തുടങ്ങുന്ന മാസമാണ് മാർഗശീർഷം. മാസാനാം മാർഗശീർഷോഹമാണ് വിഭൂതി യോഗത്തിൽ. മാസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ മാസം മാർഗശീർഷം. ആ മാർഗശീർഷ മാസത്തില് വെളുത്ത പക്ഷത്തില് ആണ് ഈ പുംസവനം എന്ന് അനുഷ്ഠിക്കേണ്ടത്. അതെങ്ങനെയൊക്കെ വേണം എന്നുള്ളതൊക്കെയാണ് അടുത്ത അധ്യായത്തിൽ വിസ്തരിച്ച് പറഞ്ഞു കൊടുക്കുന്ന ശുഖപെരുമർഷി പരീക്ഷത്തിൽ. പുംസവന വ്രതവിധി കഥനം. വാസുദേവായ രാജോവാച പ്രഥം പുംസവനം ബ്രഹ്മൻ ഭൂത യദുദീരിതം തസ്യ വേദമിച്ഛാമീയേന വിഷ്ണു പ്രസീദതി. ശ്രീശുകൗവാച ശുക്ലേ മാർഗശിരേ പക്ഷേ യോഷിഭർത്തുരഹിതയ ആരഭേദം സാർവകാമികമാതിര നിശമ്യമെഴുതാം ജന്മാം ബ്രാഹ്മണാനുമന്ത്രിത സ്നാത്വാ ശുക്ലതലീ ശുക്ലേ വസീതാലങ്കൃതാംബരേ പൂജയേത് പ്രാതരാശാത് ഭഗവന്തം പൂജയേത് പ്രാതരാശാത് ഭഗവന്തം ശ്രീയാസഃ അലംപേ നിരപേക്ഷായ പൂർണ്ണകാമാഹനോസ്തുതേ മഹാവിഭൂതിപതേ നമസ്സകലസിദ്ധയേ യഥാത്മം കൃപയാ ഭൂത്യാദേന സാമഹയോജസാ ദുഷ്ടൈശകുലൈ സർവൈസ്തരോസി ഭഗവാൻ പ്രഭു വിഷ്ണുപത്നി മഹാമായ മഹാപുരുഷദർശനേ പ്രിയേ മഹാഭാഗേ ലോകമാനസ്തുതേ. ഓം നമോ ഭഗവതേ മഹാപുരുഷായ മഹാനുഭാവായ മഹാവിഭൂതിപതയേ സഹ മഹാവിഭൂതിഭിः പരിമുഖരാണീതി അനേനാഹരഹം മന്ത്രേണ വിഷ്ണോരാവാഹനാഖ്യവാദ്യോസ്പതിശസ്നാനവാസ ഉപവീത വിഭൂഷണ ഗന്ധപുഷ്പധൂപദീപ ഉപഹാരാദ്യുപചാരാംശ്ച സമാഹിത ഉപാഹനേർ ഹവിശേഷം ദുഹുയാദനലേ ദ്വാദശാഹുനീ. ഓം നമോ ഭഗവതേ മഹാപുരുഷായ മഹാവിഭൂതിപതയേ സ്വാഹേതി. ശ്രിയം വിഷ്ണും ചരണാവാശിഷാ ഭക്തിയാ സംബുധേ നിത്യം യദീച്ഛേ
സർവസമ്പദ പ്രണമേന്ദ്രഭൂമോ ഭക്തി പ്രഭേണ ദശകാലം മന്ത്രം തത സ്തോത്രമുദീരയേത് യുവാം തു വിശ്വസ്യ വിഭൂ ജഗതകാരണം യുവാം തു വിശ്വസ്യ വിഭൂ ജഗതകാരണം യം ഹി പ്രകൃതി സൂക്ഷ്മ മായാസക്തദ്വരത്തയാ തസ്യാധീശ്വര സാക്ഷാത് ത്വമേവ പുരുഷഃ പരഃ ത്വം സർവയജ്ഞേന്ദ്രിയം ഫലഭുഗ്ഭവാൻ ഗുണവ്യക്രിയം ദേവീയം ജഗോ ഗുണഭുഗ്ഭവാൻ ത്വം ഹി സർവധനീയാത്മാ ശ്രീ ശരീരേന്ദ്രിയാസയാ നാമരൂപേ ഭഗവതി പ്രത്യയസ്ത്വമപാശ്രയ യഥാ യുവാം ത്രിലോകസ്യാവരണോ പരമേഷ്ണു തഥാ ഉത്തമശ്ലോകാ സന്തു സത്യാമഹാസുര ഇത്യഭിഭൂതപഠിതം ശ്രീനിവാസം ശ്രീയാസഃ തന്നിസ്സായോപഹരണം ദത്വാ ആദരണമത്രയേത് തരസ്തുമീനസ്തോത്രേണ ഭക്തിപ്രഭവേണ തേജസ യജ്ഞോച്ഛിഷ്ടമവഘ്നായ പുനരഭ്യർച്ചയേത് ധരിക്കും പതിം ച പദയാ ഭക്ത്യാവഹാഭൂതേജസ പ്രിയൈത്രൈത്രൈരുപണമേ പ്രേമശീല സ്വയം പതി വിപര്യാത് സർവകർമാണി പത്ന്യൗച്ചാവതാനി ച കൃതമേകരേണാവിനമ്പത്യോർഭയോരപി പത്ന്യാം ഗുര്യാദനരുഹായാവതിരേതത്സമാഹിതം വിഷ്ണോപകർഗം വിഭ്രന്ന വിഹരിയാത്തനന്ദനം വിപ്രാണസ്ത്രീയോ വീരവതീസ്രഗന്ധരിലമന്ത്രനീയേ അർച്ചേദഹരഹർഭർത്യാ ഏവം നിയമമാത്ര ഉദ്വാസദേവം സ്വേധാമി തന്നിവേദനമഗ്രത അദ്യാദാത്മവിശുദ്ധർത്ഥം സർവനാമർത്ഥയേതഥ ഏടേന പൂജാവിധിനാമാസം ദ്വാദശായനം നീത്വാധോദരേ സാധ്വികാർത്തികേതരമേഹി സ്വഭൂദേവ ഉപസ്പൃശ്യ കൃഷ്ണമപൃച്ഛബോധോത്പയസുരേണ ദുര്യാചരണാ സഹതഃപുഷാ പാദയജ്ഞവിധാനേന ദ്വാദശൈവാഹുരേ പത്നി ആശുരശിരസാദായ അതിജയ് പ്രീതൈ സമീരതാ പ്രണമ്യ ശിരസാ ഭക്ത്യാ പുഞ്ജീതാതനജ്ഞയാ ആദാജനഗ്രഹകത്വാവാദിരസ്സഹബന്ധൂഭി ദദ്യാ പത്നീകശേഷം കുപ്പജസ്കം സുസൗഭഗം ഏതച്ചരിത്വാ വിധിമദ്മദം വിഭോ അഭീപ്സിതാർത്ഥം ലഭതേ പുമാനിഹ സ്ത്രീത്വേതരാസ്ഥായ ഭേദസൗഭഗം ശ്രിയം പ്രജാം ദൈവവതിം നിശോഗ്രഹം കന്യാജവിന്ദേന സമഗ്രലക്ഷണം പരം ത്വീരാഹതകിൽപിശാകം മൃതപ്രജാജീവസുരാഗ്നേശ്വരീ ദുർഭഗാസുഭഗാരൂപമദ്യം പിണ്ടേ തിരൂപാതിരുജാവിമോചതേ ആമയായിന്ദ്രിയകൽപ്പദേഹം ഏതത്പഠനം പുനേജ കർമ്മണ്യനന്ദ തൃപ്തി പിതൃദേവതാനം തുഷ്ടാനഃപ്രയച്ഛന്തി സമസ്തകാമാന്തോമാവസാനേ പുനഃ ശ്രീഹരിശ്ച ത്യാഗന്മഹന്മരുതാം ജന്മപുണ്യം ത്രിദേവപ്രസംഗാഭീതം ഹന്തേ ശ്രീകൃഷ്ണാർപ്പണമസ്തു ഹരിയന്ത്രീശ്വരി മധ്വാഗമതേ മഹാപുരാണേ വയ്യാസിക്യാവസ്ഥാനസരാഹസ്യാം പാരമഹസ്യോപരാസ്കന്ധേഹം സവണപുനകഥനം നാമ ഏകോണവിംശോऽധ്യായ ഗോവിന്ദനോ ഗോവിന്ദ ഗോവിന്ദ. പോഷണം എന്ന ലീല വർണ്ണിച്ച ഷഷ്ഠസ്കന്ധം സമർപ്പിച്ചു. ഭഗവാന്റെ കാരുണ്യം, ഭഗവത് ഭജനം എത്ര ശ്രേയസ്സാണെന്ന് മരുതുൽപ്പത്തി കഥയിലൂടെ കൂടി സൂചിപ്പിച്ചു. ഭഗവാൻ ഒരു പക്ഷഭേദം തോന്നി ദിതിക്ക് തോന്നിയ പോലെ തന്നെ പരീക്ഷത്തിനും തോന്നി എന്നുള്ളതാണ് അടുത്ത അധ്യായത്തിലെ അടുത്ത സ്കന്ധത്തിന്റെ ലക്ഷണം തന്നെ ഊതി എന്ന ലക്ഷണമാണ്. കർമ്മവാസനയാണ്. അപ്പൊ പരീക്ഷത്തിന് ഭഗവാൻ ഒരു പക്ഷഭേദം കാണിക്കുമ്പോ ഇന്ദ്രനോടൊരു താല്പര്യം കൂടുതലും ദൈത്യന്മാരോടൊരു വിരോധമുണ്ടോ ഭഗവാന് എന്നൊരു സംശയം പ്രകടിപ്പിച്ചു. ശോഭബ്രഹ്മർഷി ഈ സംശയം പണ്ട് ധർമ്മപുത്രനും നാരദനോട് ചോദിച്ചിട്ടുണ്ട്. രാജസൂയി യാഗം കഴിഞ്ഞ സമയത്ത് അതിന്റെ ഇടയില് ശിശുപാലനെ ഭഗവാൻ നിഗ്രഹിച്ചു. ആ സമയത്ത് നാരദ മഹർഷിയോട് ധർമ്മപുത്രനും ഇതേ സംശയം ചോദിച്ചിട്ടുണ്ട്. കാരണം അവിടെ ചീത്ത വിളിച്ച ശിശുപാലനാണ് ഭഗവാൻ ഭക്തി കൊടുത്തത്. അപ്പൊ ഭക്തിയോടുകൂടി ആരാധിച്ചവർക്കൊക്കെ അവിടെ ഇന്ന് കഷ്ടപ്പെടുക തന്നെയുള്ളൂ. പക്ഷെ ചീത്ത വിളിച്ച ശിശുപാലന്റെ ശരീരത്തിന് ഒരു തേജസ് ഭഗവാനിക്ക് ചെന്ന് ചേർന്നത് കണ്ടു എല്ലാവരും. അപ്പൊ പിന്നെ സംശയമാവാണ്ടിരിക്കും. ധർമ്മപുത്രൻ തന്നെ നാരദനോട് സംശയം ചോദിച്ചു എന്നാണ് ശുക്രബ്രഹ്മർഷി പരീക്ഷത്തിനോട് പറയുന്നത്. നാരദൻ അപ്പൊ അതിന് മറുപടി പറഞ്ഞു കൊടുത്തതൊക്കെ ഞാൻ അങ്ങേക്ക് പറഞ്ഞുതരാം. അപ്പൊ ആ സംശയം തീരും. ഭഗവാന് പക്ഷഭേദമില്ല എന്ന് തെളിയിക്കാൻ വേണ്ടി നാരദൻ പറഞ്ഞു കൊടുത്ത കഥ അത് പറഞ്ഞുതരാന്ന് പറഞ്ഞിട്ട് നാരദന്റെ വാക്കുകളിലൂടെയാണ് ഈ ഭഗവാന് പക്ഷഭേദമില്ലാത്ത കഥ അത് തെളിയിക്കാൻ പ്രഹ്ലാദന്റെ കഥ പറയുകയാണ്. ആദ്യം തന്നെ ഈ നാരദൻ പറയുന്നു, ഈ ശിശുപാലൻ ആരാണെന്ന് നോക്കിയാൽ അറിയാത്തോണ്ടാണ് ഈ പക്ഷഭേദം ഉണ്ടോ എന്ന് സംശയം തോന്നുന്നത്. സനകാദികള് ശപിച്ചിട്ട് 3 ജന്മം ഭൂമിയിൽ പോയിട്ട് ഭഗവാനെ വിരോധഭാവത്തിൽ ഭജിക്കാൻ വേണ്ടി വന്ന ജയവിജയന്മാരവര്.
ഭഗവാന്റെ നിർദ്ദേശപ്രകാരം തന്നെയാണ് സംരംഭയോഗേന ഭവൈസ്ത്രിഭിർമാം ഉപേതമിതി. സംരംഭയോഗം കൊണ്ട് വിരോധഭാഗത്തിലാണെങ്കിൽ 3 ജന്മം മതിന. വിരോധത്തെ നിലനിർത്താൻ നമുക്ക് സാധിക്കില്ല, സ്നേഹത്തെയൊക്കെ പിന്നെയും കുറെ നേരം നിലനിർത്താം. പക്ഷെ ഒരാളോട് വിരോധഭാഗം അങ്ങനെ അതങ്ങോട്ട് നിലനിർത്തണമെങ്കിൽ കുറച്ചു ദിവസം കഴിഞ്ഞാൽ ഒരു സ്നേഹം തോന്നുകയും അല്ലെങ്കിൽ വിരോധം തന്നെ കുറയും. അപ്പൊ വിരോധം നിലനിർത്താനാണ് ബുദ്ധിമുട്ട്. ആ ബുദ്ധിമുട്ടുള്ളത് അത്രയും കഠിനമായിട്ടത് നിലനിർത്തുമ്പോ 3 ജന്മം മതിയാണ്. അങ്ങനെ ആ 3 ജന്മം ഭൂമിയിൽ വന്നിട്ട് അസുരന്മാരായിട്ട് പിറക്കാൻ വേണ്ടി വന്നു. ആദ്യം ദിതിയുടെ ഗർഭത്തിൽ വന്ന് ജനിച്ചു ഇരട്ടകള്. അവര് 100 വർഷം കഴിഞ്ഞിട്ടാ പുറത്തേക്ക് വന്നത്. അതാണ് ഹിരണ്യാക്ഷനും ഹിരണ്യകശിപു. ഹിരണ്യാക്ഷനെ ഭഗവാൻ വരാഹമായിട്ട് വന്നിട്ട് വധിച്ചു. കേട്ടിട്ടുണ്ടല്ലോ ധർമ്മോത്തരനെ അങ്ങ്. അതാണ് ആദ്യത്തെ. അങ്ങനെ ഹിരണ്യാക്ഷനെ ഹിരണ്യാക്ഷനെ ഭഗവാൻ വരാഹമൂർത്തിയായിട്ട് വന്ന് നിഗ്രഹിച്ച് ഒരു ജന്മം കടത്തി കൊടുത്തു. പിന്നെ ഹിരണ്യകശിപുവിനെ വധിക്കാൻ ഭഗവാൻ നരഹരി രൂപത്തില് നരസിംഹമായിട്ട് വന്നിട്ട് ഹിരണ്യകശിപുവിനെ നിഗ്രഹിച്ചു. അങ്ങനെ അവരുടെ ആദ്യത്തെ ജന്മം കഴിഞ്ഞു കിട്ടി. പിന്നെ 2ാമത്തെ ജന്മമാണ് അവര് രാവണനും കുംഭകർണനുമായിട്ട് ജനിച്ചു. അപ്പോ ശ്രീരാമചന്ദ്രനായിട്ട് സാധാരണ മനുഷ്യനായിട്ട് നാട്ടിൽ ധരിച്ചുകൊണ്ട് ഭഗവാൻ വിഷ്ണു അവതരിച്ചു. 2 ആളെയും ഒരൊറ്റ ജന്മം കൊണ്ട് കഴിച്ചു. രാമൻ 2 ആളെയും വധിച്ചു. അങ്ങനെ 2ാമത്തെ ജന്മം അവർക്ക് കഴിഞ്ഞു. 3ാമതാണപ്പോ ഈ ശിശുപാലനും അങ്ങയുടെ അച്ഛന്റെ പെങ്ങളായിട്ടുള്ള ശുഭകീർത്തിയുടെ മകനായിട്ട് ദന്തവക്തൻ ഒരാളും കൂടി ജനിച്ചിട്ടില്ലേ, അയാള്. അതാണ് വിജയന്റെ 3ാമത്തെ ജന്മം. ഇപ്പൊ ജയന്റെ 3ാമത്തെ ജന്മം കഴിഞ്ഞു ശിശുപാലനാണ്. ഇങ്ങനെ ജയവിജയന്മാരുടെ 3 ജന്മം കഴിച്ചു കൊടുക്കുകയാണ് ഭഗവാൻ. അപ്പൊ ഭഗവാൻ അറിയാം അവരുടെയൊക്കെ ആ ശാപം എപ്പോ തീരുമെന്ന്. അല്ലാണ്ട് അവരോടൊരു പക്ഷഭേദമൊന്നും ഭഗവാൻ കാണിക്കുന്നില്ല. ഇനി ആ ദന്തഭക്തനും കൂടി മതിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ നിശ്ചയിച്ച ആ ജയവിജയന്മാരുടെ ശാപം, സനകാദികൾ ജയവിജയന്മാർക്ക് കൊടുത്ത ശാപം പൂർണ്ണമാവും. ഇത്രയേ ഉള്ളൂ. ഇതറിഞ്ഞു കഴിഞ്ഞാൽ ശിശുപാലന് ഭഗവാൻ കുറച്ച് സ്നേഹം കൂടുതൽ കാണിച്ചു എന്ന് ആർക്കെങ്കിലും തോന്നുമോ? അതറിയാത്തോണ്ടാണ് നമുക്ക് ഭഗവാന് പക്ഷഭേദമുണ്ടെന്നൊക്കെ തോന്നുന്നത് എന്ന് പറഞ്ഞപ്പോ ധർമ്മോത്തർ പറഞ്ഞു, അങ്ങ് ഇതിന്റെ ഇടയിൽ നരഹരി രൂപത്തിൽ ഭഗവാൻ വന്നു. പ്രഹ്ലാദന്റെ ഭക്തിയുടെ മുമ്പില് ആ പ്രഹ്ലാദനെ രക്ഷിക്കാൻ, ഇല്ലെങ്കിൽ ഭഗവാന്റെ വാക്കുകൾ ബ്രഹ്മാവ് കൊടുത്ത വാക്ക് സത്യമാക്കി തീർക്കാൻ, ഇല്ലെങ്കിൽ പ്രഹ്ലാദന്റെ വാക്ക് സത്യമാക്കി തീർക്കാൻ നരസിംഹായിട്ട് ഭഗവാൻ അവതരിച്ചു എന്ന് പറഞ്ഞുവല്ലോ. അപ്പൊ ഈ ഹിരണ്യകശിപുവും പ്രഹ്ലാദനും തമ്മിലുണ്ടായ ആ സ്നേഹവും പിന്നെ അതിനൊരു വിരോധവും ആ കഥയെന്ന് വിസ്തരിച്ച് എനിക്ക് കേൾക്കണമെന്ന് തോന്നുന്നു എന്ന് പറയുമ്പോഴാണ് 7ാം ഈ പ്രഹ്ലാദന്റെ കഥ. കർമ്മവാസനയെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. എത്ര പ്രതിസന്ധി ഘട്ടത്തിലും നമ്മുടെ ഉള്ളിലുള്ള ഈശ്വര ബോധം ഒട്ടും പോവാനങ്ങനെ കഴിയണമെങ്കിൽ, സംശയം വരാണ്ട് ഈശ്വരനെ ഭജിക്കാൻ കഴിയണമെങ്കിൽ അതാണ് പ്രഹ്ലാദനെ പോലെ അത് കഴിയണം. ഉള്ളിൽ അത്ര ദൃഢമാവണം ഈശ്വര ഭജനത്തിന്റെ വാസന. ഈശ്വരനെ ഭജിക്കാതിരിക്കാൻ വയ്യാതാവണം. ഈശ്വര ഭജനത്തിനുള്ള വാസന അതാണ് ഉണ്ടാക്കേണ്ടത്. അത് ഈ പ്രപഞ്ചത്തിൽ നിന്ന് മുക്തി നേടാനുള്ള കാരണമായി തീരും. ആ വാസനയാണ് ദൃഢമാക്കേണ്ടത്. പ്രഹ്ലാദനെ എങ്ങനെ ദൃഢമാക്കിയോ അങ്ങനെ ദൃഢമാക്കണമെന്ന് കാണിച്ചു തരികയാണ് പ്രഹ്ലാദന്റെ കഥ പറഞ്ഞിട്ട്. അതുപോലെ തന്നെ വർണ്ണാശ്രമ ധർമ്മങ്ങളും പിന്നെ ധർമ്മോത്തരോട് അവസാന ഭാഗത്ത് പറയുന്നുണ്ട് 7ാം സ്കന്ധത്തില്. അതും ഇതാ, വർണ്ണാശ്രമ ധർമ്മങ്ങളൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ഈ സദ്വാസന എന്ന് പറഞ്ഞാൽ നിർഗുണവാസന. സദ്വാസന ചെയ്യാൻ പുണ്യം നേടാനായി തീരും. പക്ഷെ ഇതല്ല, ആ ഈശ്വരവചനത്തിനുള്ള വാസന അത് നമ്മളെ മുക്തിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. മുക്തിക്ക് കാരണമാവും ആ വാസന ദൃഢമാവുമ്പോൾ. അതിനു വേണ്ടിയിട്ടാണ് വർണ്ണാശ്രമ ധർമ്മങ്ങളെ അനുഷ്ഠിക്കണമെന്ന് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അതൊക്കെയാണ് 7ാം സ്കന്ധത്തിലെ 15 അധ്യായമായിട്ട് കർമ്മവാസനയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആദ്യ ഭാഗത്ത് നാരദൻ ധർമ്മോത്തർക്ക് പറഞ്ഞു കൊടുക്കുന്ന ജയവിജയന്മാരുടെ 3 ജന്മം അതാണ് അടുത്ത അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ 7ാം സ്കന്ധേ പ്രഥമോധ്യായ. രാജോവാച സമപ്രിയ സുഹൃദ്ബ്രഹ്മൻ ഭൂതാനാം ഭഗവാൻ സ്വയം
ഇന്ദ്രസ്യാർത്ഥേ കഥം ദൈത്യാനവധിയിൽ വിഷമോ യഥാ അഹ്യസ്യാർത്ഥസ്വഗണൈഃ സാക്ഷാത് നിശ്രേയസാത്മന നൈവാസുരേഭ്യോ വിദ്വേഷോ നോദ്വേഗശ്ച ആഗുണസ്യ ഹി ഇതി നസ്സ മഹാഭാഗ നാരായണ ഗുണാൻ പ്രതി സംശയസ്സു മഹാൻ ജാതസ്ഥൽഭവാൻ ചേത്തുമർഹതി. ശ്രീശുക ഉവാച സാധുഷ്ടം മഹാരാജ ഹരേശ്ചരിതമദ്ഭുതം യദ്ഭാഗവതമാഹാത്മ്യം ഭഗവദ്ഭക്തിവർദ്ധനം ഗീയേത പരമം പുണ്യവൃഷിഭിർനാരദാദിഭിः നത്വാ കൃഷ്ണായ മുനേ കഥയിഷ്യേ ഹരേഃ കഥാം നിർഗുണോപിഹ്യജോപ്യകൃതോ ഭഗവാൻ പരതേ പര സ്വമായാഗുണമാദിശ്യ ബാധ്യബാധകതാം ഗത സത്വമൃതസ്തമിതി പ്രകൃതേർന്ന ആത്മനോ ഗുണാഃ നതേഷാം യുഗബുദ്ധിരാജൻഹാസ ഉല്ലാസ ഏവ ജയകാലേ സത്വസ്യ ദേവർഷിൻ രജസോസുരാൻ തമസോ യക്ഷരക്ഷാംശ തത്കാലാൻ ഗുണോഭിജൽ ജ്യോതിരാദിരിവാഭാതി സംഘാതാം ന വിമുച്യത്തെ വിദന്ത്യാത്മാനം ആത്മസ്ഥമധിത്വാ കവയോൻ ദദാ യദാ ചക്ഷുഃ പുരാത്മനഃ പരോ രജസൃജത്യേഷ പൃഥക്ഷമായ സത്വം ചിത്രാസു ഇദം ശ്രീശ്വര ശൈഷ്യമാണസ്തമ ഇലയത്യസൗ കാലം ചരന്തം ശ്രീശാശ്രയം പ്രധാനമുഭ്യാരദേവ സത്യകൾ യേഷനാജന്നപി കാല ഈശിദാസത്വം സുരാനീകമിവൈധയത്യവ തൽപ്രത്യനീകാനസുരാൻസുരപ്രിയോരജസ്തമസ്കാൻ പ്രഗുണോത്യുരുശ്വവാഹ അത്രേവോദാഹതഃ പൂർവമിതിഹാസസുരധൃണ പ്രീത്യാ മഹാക്രതോരാജൻ പൃച്ഛത്തെ അജാതശത്രവേ ദൃഷ്ട്വാ മഹാത്ഭുതം രാജാരാജസൂയേ മഹാക്രതോ വാസുദേവേ ഭഗവതി സായുജ്യം ചേതിഭൂഭുജ തത്രാസേനം സുരഋഷിം രാജാപാണ്ഡസുതഃ ക്രതൗ അപ്രച്ഛവിസ്മൃതമനാ മുനീനാം ശൃണ്വതാമിദം യുധിഷ്ഠിര ഉവാച അഹോ അത്യദ്ഭുതം ഹേതദുർലഭൈകാന്തിനാമവി വാസുദേവേ പരേതത്വേ പ്രാപരിശ്ചൈത്യസ്യ വിദ്വിഷ ഏതൽവേദിനുച്ഛാമഃ സർവ ഏവ വയം മുനേ ഭഗവന്നിന്ദയാ വേനോ ദ്വിജൈസ്തമസ ബാധിത നമഘോഷതഃ പാപാരഭ്യകളഭാഷണാത് ദമ്പത് സംപ്രത്യമർഷി ഗോവിന്ദേ ദന്തോക്തസ്യ ദുർമതി സപതോരസകൾ വിഷ്ണു യദ്ബ്രഹ്മപരമവ്യയം ശ്രിത്രോദജാതോ ജിഹ്വായാം നാന്ധം വിശദസ്തമ കഥം തസ്മിൻ ഭഗവതി ദുരവഗ്രാഹദാമനി പശ്യതാം സർവലോകാനാം ലയമീയദുരഞ്ജസ ഏതദ്ഭ്രാമ്യതി മേ ബുദ്ധിർദീപാർച്ചിവായുനാ ബ്രൂഹ്യദ്ഭുതമം ഭഗവാൻ സത്രകാരണം. ശ്രീശുക ഉവാച രാജ്ഞസ്തദ്വജാഗണ്യനാരദോ ഭഗവാൻ ഋഷി പുഷ്ടപ്രാഹതമാഭാഷ്യ ശൃണ്വത്യാസ്തൽസദഃ കഥാഃ. നാരദ ഉവാച നിന്ദനസ്തവ സൽക്കാരാന്യകാരാർത്ഥം കളേവരും പ്രധാനപരയോരാജൻ അവിവേകേന കൽപ്പിതം കിം സാത്വഭിമാനേ ദണ്ഡമാരുഷ്യോർയഥാ തസ്മാത് വൈരാനുബന്ധേന നിർവൈരേണ ഭയേന വാ സ്നേഹാത് കാമേന വാ യുഞ്ജ്യാത് കഥം ചിന്നേക്ഷതേ പൃഥക് യഥാ വൈരാനുബന്ധേന മർത്യസ്തന്മയതാം യാൽ തഥാ ഭക്തിയോഗേന ഇതിമേ നിശ്ചിതാമതി പീഡാഃ ക്ലേശസ്കൃതാരദ്ധാഃ കുബ്യായാം തമനുസ്മരൻ സംരംഭയോഗേന്ദ്രേ തൽസ്വരൂപതാം ഏവം കൃഷ്ണേ ഭഗവതി മായാമനുജ ഈശ്വരേ വൈരേണ പൂതവാത്മാനസ്തമാപുരം ചിന്തയാ കാമാദ്വേഷാഭയാത് സ്നേഹാൻ യഥാ ഭഗവതീശ്വരേ മനഃ ആവേശ്യതം ഹിത്വാ ബഹവസ്തൃതജിന്ദതാഃ ഗോപ്യഃ കാമാൽ ഭയാൽതംസോ ദ്വേഷാശ്ചൈത്യാദയോ നൃപാഃ സംബന്ധാ കൃഷ്ണേ സ്നേഹാത് യൂയം ഭക്ത്യാ വയം വിഭോ കഥമോപി തവേന സ്യാത് പഞ്ചാനാം പുരുഷം പ്രതി തസ്മാൽ കേനാപി വായമനഃ കൃഷ്ണേ ദേശേ മാതൃഷസേയോ വസ്തൈദ്യോ ദുന്നോത്രസ്യ പാണ്ഡവ പാർഷദപ്രവരോ വിഷ്ണോ വിപ്രശാപാൽപ്രദാച്യുതൗ. ഉവാച കീർത്തിജാതസ്യ വാചാപോ ഹരിദാസാഭിമർശന അശ്രദ്ധൈവാഭാതി ഹരേരേകാന്തിനാം ഭവ ദേഹേന്ദ്രിയാസഹീനാനാം വികുണ്ഠപുരവാസിനാം ദേഹസംബന്ധസംബദ്ധരേ തഥാഖ്യാതുമർഹസി ദേഹസംബന്ധസംബദ്ധനേതദാഖ്യാതുമർഹസി. ആരദത്യാജ ഏകദാ ബ്രഹ്മപുത്രാ വിഷ്ണോർദോഷയാ ചന്ദ്രാദ്യോതിർമുക്തരംഗോഹോനത്രയം അന്തർധാരണ